22 വർഷം മുൻപ് സമാനമായ ഒരു പ്രപ്പോസൽ നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുള്ളതാണ്. നമ്മൾ പലരും ബോധപൂർവമോ അല്ലാതെ മറന്നുപോയിട്ടുണ്ടാവും ആ സംഭവം. 2003 ജനുവരി 18, 19 തീയതികളിൽ കൊച്ചിയിലെ മരട് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറയുന്ന പരിപാടിയിൽ ഈ സമാനമായ ഒരു പ്രപ്പോസൽ അന്ന് ഉയരുകയുണ്ടായി. ഖനന മേഖലയിൽ, അതായത് ഡ്രഡ്ജിംഗ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രൗൺ മാരിടൈം ഇന്ത്യ ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയാണ് ജിമ്മിൽ ഈ പ്രപ്പോസൽ അന്ന് മുന്നോട്ട് വെച്ചത്. കടലിലെ മണൽ ശുദ്ധീകരിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ഉപയോഗിക്കുക എന്നതായിരുന്നു ആ പദ്ധതി അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അന്നത്തെ നമ്മുടെ പൊതുസമൂഹം ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വരികയും ജിമ്മിൽ കാര്യമായ മുന്നോക്കമൊന്നും ഉണ്ടാകാതിരുന്നത് കൊണ്ട് തന്നെ ആ പദ്ധതി തുടക്കത്തിൽ തന്നെ പാഴായി പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഏതാണ്ട് ഒരു 20-22 വർഷത്തിന് ശേഷം മറ്റൊരു രൂപത്തിൽ ആ പദ്ധതി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ലഭിക്കുന്ന മേഖലയായ നമ്മുടെ കൊല്ലം പരപ്പിനെയാണ് അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ ഒന്ന്. മറ്റ് 6 സ്ഥലങ്ങൾ കൂടിയുണ്ട്. ഈ ഫെബ്രുവരി 27 അതിൻ്റെ ടെൻഡർ പുറത്തിറക്കുകയാണ്, അല്ലെങ്കിൽ ടെൻഡർ പൊട്ടിക്കുകയാണ്. അതിന് മുന്നോടിയായി കൊച്ചിയിൽ ഈ പരിപാടിയോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ചില ക്യാമ്പയിനുകളൊക്കെ തന്നെ നടക്കുകയുണ്ടായി. ആ ക്യാമ്പയിനുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. കടൽ ഖനനത്തെ സംബന്ധിച്ചും സമുദ്രത്തിൻ്റെ കലവറകളിലേക്ക് പോയിട്ട് നമ്മുടെ എക്കണോമിയെ സജീവമാക്കുന്നതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയത് ബ്ലൂ എക്കണോമി എന്ന് പറയുന്ന പേപ്പർ. അത് വന്നിട്ട് കുറച്ച് കൊല്ലമായി. 2000-2003 തന്നെ അതിൻ്റെ കരട് വരികയും അന്ന് തന്നെ കേരളത്തിലെ സംഘടനകൾ ഗവൺമെൻറ്റുകളൊക്കെ ചർച്ച ചെയ്യുകയും അതിശക്തമായിട്ടുള്ള വിയോജന കുറിപ്പുകളൊക്കെ അന്ന് വന്നതാണ്, വിയോജനം വന്നതാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ കടൽത്തീരത്ത്, കേരളവും ഗുജറാത്തും 2 പ്രദേശത്താണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ള ആദ്യഘട്ടത്തിൽ. അത് കേരളത്തിൻ്റെ തീരപ്രദേശത്തു നിന്നും മണൽ ഏകദേശം 330 ദശലക്ഷം മണൽ, അത് കൺസ്ട്രക്ഷന് ഉപയോഗിക്കാവുന്ന മണലെന്നാണ് പ്രാഥമികമായി പറയുന്നത്. ഈ മണലിനെ പറ്റിയൊന്നും കണ്ടവരും അതിൻ്റെ സാധ്യതയൊന്നും നമുക്കൊന്നും അറിയുന്നതല്ല. ഗുജറാത്ത് തീരത്തുനിന്ന് വൈക്കളെ ചെളി എടുക്കാവുന്ന സാധ്യതയുണ്ടെന്നാണ് ഇതാണ് പ്രാഥമികമായിട്ട് പറയുന്നത്. കടലിലെ ഖനനം പുതിയ കാര്യമൊന്നുമല്ല. ഞാനീ പറഞ്ഞ അതിൻ്റെ ഉപരിതലത്തിലെ ഖനനത്തെ പറ്റി ആദ്യം പറഞ്ഞത്. കടലിൽ പെട്രോളിയം എടുക്കുന്നുണ്ട്, ഡീപ് സീ ആണ്. എന്നുവെച്ചാൽ ഈ മണൽ പരപ്പ് കുഴിച്ച് താഴേക്ക് പോയിട്ട് ഡ്രഡ്ജിങ് നടത്തുന്നതാണ്. ഡ്രഡ്ജിങ് അല്ല, അതിനകത്തുനിന്ന് പിന്നെ പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്തെടുക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ കാര്യമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല കാര്യമായിട്ട്. നമ്മുടെ എന്തായാലും ഇന്ത്യൻ വൻകരയായിട്ട് ബന്ധപ്പെട്ട അങ്ങനൊരു കാര്യങ്ങളായിട്ട് കേട്ടിട്ടില്ല. പ്രാഥമികമായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് കൊല്ലത്തെ 3 ബ്ലോക്ക്, ആൻഡമാനിലെ 7 ബ്ലോക്ക്, അവിടെ ആണെങ്കിൽ പോളിമെറ്റാലിക് നൊഡ്യൂൾസ് എന്ന് പറയുന്ന ധാതു വിഭവവും കോബോൾട്ടും ഖനനം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൽ 5 സെക്ടറുകളായിട്ടാണ് ഇതിനെപ്പറ്റിയുള്ള കണക്കുകൾ വന്നേക്കുന്നത്. 745 ദശലക്ഷം കടൽ മണൽ നിക്ഷേപം നമ്മുടെ തീരത്തുണ്ടെന്നാണ്. അതിനകത്ത് ചാവക്കാട്, പൊന്നാനി, ആലപ്പുഴ, കൊല്ലം തെക്ക്, കൊല്ലം വടക്ക് മേഖലകളിലുള്ള വെള്ള മണൽ നിക്ഷേപമാണ് കേരളത്തിലെ ആകർഷകത്വം എന്ന് പറയുന്നു. ഇതിൽ കൊല്ലം സെക്ടറിൽ നിന്നാണ് ഇപ്പോൾ ഇതിന് ടെൻഡർ ക്ഷണിച്ചതെങ്കിലും മറ്റു കാര്യങ്ങൾ പിന്നീട് വരാം. കൊല്ലത്ത് 33 കിലോമീറ്റർ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ തീരത്തുനിന്ന് 33 കിലോമീറ്റർ ഉള്ളിലാണ്. ഇതിൽ തന്നെ 23 മിനറൽ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നത്. ആദ്യഘട്ടത്തിൽ 100 ദശലക്ഷം ടണ്ണ് മണലാണ് അവിടുന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ സെക്ടർ 30 കിലോമീറ്റർ അകലെയാണ്, അവിടുന്ന് 101 ദശലക്ഷം ടണ്ണും. 27 കിലോമീറ്റർ അകലെയുള്ള 3-ാം സെക്ടറിൽ നിന്ന് 102 ദശലക്ഷം ടണ്ണും ഖനനം ചെയ്യും എന്നാണ് വന്നേക്കുന്ന വിവരങ്ങൾ. കൊല്ലത്തിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഭാഗമായുള്ള വാർത്തകൾ വരുമ്പോഴാണ് കൊല്ലം പരപ്പിനെ പറ്റി നമ്മളൊക്കെ പൊതുവെ മനസ്സിലാക്കുന്നത്. കൊല്ലം പരപ്പ് അത് ഈ കൊയിലോൺ ബാങ്ക്, ആ പ്രദേശത്തെ കൊയിലോൺ ബാങ്ക് എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി ഇപ്പോൾ വാർത്തകൾ വരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കേട്ടതിനേക്കാളും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ കടലിൻ്റെ അടിത്തട്ടിലെ കാര്യങ്ങളെപ്പറ്റി അധികം മനസ്സിലാക്കുന്നവരല്ലല്ലോ. കാരണം അത് വളരെ നമ്മളിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്നൊരു മേഖലയാണ്. അവിടെ പോകുന്ന തൊഴിലാളികൾക്ക് ആ മേഖലയുടെ പ്രത്യേകതകൾ കുറച്ചറിയാമെങ്കിലും ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങൾ പിന്നെയും പുറത്തു വരേണ്ടതുണ്ട്. ഈ കൊല്ലം പരപ്പിൻ്റെ പ്രത്യേകത, അവിടെ
നമ്മുടെ രാജ്യത്തെ 22 മത്സ്യസങ്കേതങ്ങളിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമതയുള്ളതാണ് കൊല്ലം പരപ്പ് എന്നുള്ളതാണ് പറയുന്നത്. കൊല്ലം പരപ്പ് വർക്കല മുതൽ അമ്പലപ്പുഴ വരെ കിടക്കുന്ന 3300 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു തെക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഏറ്റവും കൂടുതൽ മത്സ്യമുള്ള ഒരു മത്സ്യത്തിന് പ്രജനനം നടക്കുന്ന മത്സ്യമുള്ള ഒരു ഘടകമാണെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കൊയിലോൺ ബാങ്കിൽ വാണിജ്യ പ്രാധാന്യമുള്ള മത്സ്യങ്ങൾ, അവിടെയുള്ള ചില മത്സ്യങ്ങളെ പറ്റിയുള്ള വാർത്തകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ കൂന്തൽ, കണവ എന്ന് പറയുന്നത്, ലോബ്സ്റ്റർ, അരണ മത്സ്യം, കരിക്കാടി, പരവ, സാൻ ലോബ്സ്റ്റർ, കരിക്കാടി, പൂവാലൻ, ഇതൊക്കെ ഈ മേഖലയിൽ കൂടുതലുള്ള കാര്യങ്ങളാണ്. അതേപോലെ പല്ലിക്കോര, കിളിമീൻ, ചാള, അയില, നെത്തോലി, വേളാപ്പാര എന്നിവയുടെ കലവറയാണ് ഈ ബാങ്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൊല്ലം പരവയുടെ ഒക്കെ പ്രത്യേകത നമ്മൾ പറയാറുണ്ട്. കൊല്ലം മീനുകളുടെ കാര്യത്തിൽ ചിലത്തെ ഓരോ തീരത്തിൻ്റെ പ്രത്യേകതയുണ്ട്. കൊല്ലം പരവ വളരെ പ്രശസ്തമാണ്. പരവയിൽ ഏറ്റവും നല്ല പരവ കിട്ടുന്നത് കൊല്ലം പരവയാണെങ്കിൽ ഓരോ സ്ഥലത്തും വ്യത്യസ്തതയുള്ള മീനുകളുണ്ട്. കിളിമീൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനുള്ളൊരു സ്ഥലമാണെന്നാണ് ഈ ഭാഗത്തെ പറ്റി പറയുന്നത്. ഇത് വരുമ്പോൾ ഈ ഖനനം വരുമ്പോൾ 12 കിലോമീറ്റർ കനത്തിലുള്ള ചെളിയും അവശിഷ്ടങ്ങളും അടങ്ങുന്ന മേൽമണ്ണ് മാറ്റിയിട്ട് അതിൻ്റെ താഴെ നിന്നാണ്, വെളുത്ത മണലാണല്ലോ കിട്ടേണ്ടത്, അല്ലെ മണൽ പ്യുവർ മണലാണ് കിട്ടേണ്ടത്. നമുക്കറിയാം എവിടെയായാലും മണൽ ചെളിയും കൂടെ ഇടിഞ്ഞാണെങ്കിൽ ചെളി മാറ്റിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് എടുത്തിട്ട് താഴെ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുകൾഭാഗമാകെ കലങ്ങുകയും അതിൻ്റെ ഭാഗമായി എത്രയോ ദശാബ്ദങ്ങളായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന സാധനങ്ങളെല്ലാം അവിടുന്ന് മാറുകയും ചെയ്യുമെന്നുള്ള ആശങ്കയുണ്ട്. മീൻ മുട്ടയിടുന്നത് ഒരു മേഖല ഈ ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. അവിടെ മുട്ടയിടുന്ന മീന് അതിൻ്റെ പ്രജനനം, അതിൻ്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും. ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അവിടെ മാത്രം നിൽക്കുന്നതല്ല, അത് തീരത്തേക്ക് എത്തും എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ രൂക്ഷമാക്കാനും മത്സ്യത്തിന് കിട്ടുന്നതിനുള്ള സാധ്യത കുറയ്ക്കും. ഇപ്പോൾ തന്നെ ഈ 2 മാസം മത്സ്യം കിട്ടുന്നത് വളരെ കുറവാണ്. കൊല്ലം തീരത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം. കേരള തീരത്ത് ചൂട് വന്നു കഴിയുമ്പം നല്ല മീനിടയ്ക്ക് കിട്ടിയിരുന്നു. മീനിന് തീരെ വിലയില്ല. മത്തിയൊക്കെ വാരിക്കോരി കൊടുക്കുന്ന സമയമുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. ഇപ്പോൾ മത്സ്യം തീരെ കിട്ടാനില്ല, വലിയ വറുതിയാണ്. അപ്പോൾ കാലാവസ്ഥ വളരെ പ്രത്യേകതകളുള്ള കാലാവസ്ഥ വരുമ്പോൾ ബാധിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോൾ ഇത് കൂടുതൽ ബാധിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഈ വാസ്തവത്തിൽ ഇതിൻ്റെ ഗുണം കൂടുതലുണ്ടാവുന്ന മൈനിങ് കമ്പനികൾക്കാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ കൂടുതൽ അവരുടെ താല്പര്യമാണ് ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. കോർപ്പറേറ്റുകളായിരിക്കും സ്വാഭാവികമായിട്ടും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചില ഹിയറിങ്ങുകളൊക്കെ നടത്തി. കൊല്ലത്ത്, നമ്മുടെ കേരളത്തിൽ തന്നെ ഈ അടുത്തിടയ്ക്ക് ഒരു റോഡ് ഷോയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതിൻ്റെ സാധ്യതകളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അവിടെ വളരെ വ്യക്തമായിട്ട് ഇതുണ്ടാക്കുന്ന അപകടത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. പല മീറ്റിങ്ങുകളിലും കേരളം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനൊരു പ്രശ്നം സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടെങ്കിലും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പാർലമെൻറ്റിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ എംപിമാർ തയ്യാറാവുന്നുണ്ട്. ഇപ്പോഴും ഇനിയും തയ്യാറാവുന്ന സ്ഥിതി തന്നെയാണുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ നമ്മുടെ തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈലേ ഉള്ളൂ സാധാരണ സംസ്ഥാനത്തിൻ്റെ ഒരു സാധാരണഗതിയിലുള്ള നിയന്ത്രണം ഉള്ളത്. ബാക്കി സ്ഥലങ്ങളിലെല്ലാം ഇത്തരം ഒരു കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 10-15 ലക്ഷം ആളുകൾ ജീവിക്കുന്ന ഒരു വലിയ മേഖല വല്ലാതെ തകർക്കപ്പെടും. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കൊല്ലം പരപ്പ് പോലുള്ള കൊല്ലത്തിൻ്റെ കേരളത്തിൽ ഇന്ത്യയിലെ മീൻ വാങ്ങി കഴിക്കുന്ന ആൾക്ക്, ഞങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്നവർ ശ്രീ ആഞ്ചലോസും പ്രതാപൻ, നമ്മളൊക്കെ ഡൽഹിയിൽ നിന്ന് മത്സ്യം കഴിക്കുകയാണെങ്കിൽ അവിടുത്തെ കടൽ മത്സ്യം അവിടെ ഉൾനാടൻ മത്സ്യമുണ്ട്, അതിന് വലിയ ടേസ്റ്റൊന്നുമില്ല. സാധാരണ നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല. ഗുജറാത്തിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന ഗുജറാത്തിൽ നിന്ന് വരുന്ന അല്ലാതെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന മീനുണ്ട്. അതിന് ടേസ്റ്റ് കുറവാണ്, നമുക്കത്ര ഇഷ്ടപ്പെടില്ല. ഏറ്റവും ടേസ്റ്റുള്ള കേരളത്തോടുള്ള താല്പര്യം കൊണ്ടാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ അറബിക്കടലിലെ മീനാണ്. അറബിക്കടലിലെ താപത്തിൻ്റെ വ്യത്യാസമുണ്ട്, വെള്ളം. ഇപ്പം നമ്മുടെ ഈ കൊല്ലം പരപ്പെന്ന് പറഞ്ഞു, കൊല്ലം പരപ്പിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, ശാസ്ത്രീയമായ എൻ്റെ ഡേറ്റ ഉണ്ടായിട്ടല്ല, ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ പുഴകൾ 10-40 പുഴയിലധികം നേരെ കടലിലേക്ക് ചെല്ലുന്നൊരു സ്ഥലമാണ്. എന്നും മഴ പെയ്യുന്ന നല്ല തണുപ്പുള്ള ഹരിതാഭമായ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന ആ പുഴ എത്രയോ കാലം ഒഴുകിയിട്ടുണ്ടായതായിരിക്കും ഈ മണൽപ്പരപ്പും അവിടുത്തെ പ്രത്യേക അവസ്ഥയും. ഇതുപോലുള്ള കാര്യങ്ങളെ ബാധിക്കുമ്പോൾ അവിടെ ഇതിൻ്റെ ലക്ഷ്യം ഇത് മാത്രമാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം കരിമണൽ ഇപ്പുറത്താണ് കിടക്കുന്നത്. കരിമണലിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഈ അജണ്ടയുടെ താഴെ ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തോറിയം പോലെയുള്ള സാധനം ഇപ്പം മോണോസൈറ്റും ഇൽമനേറ്റും അടക്കം ചെറിയ അളവിലുണ്ടെന്ന് മാത്രമല്ല വളരെ വാല്യുബിളായിട്ടുള്ള ആറ്റമിക് എഫക്റ്റുള്ള പലതരം ഖനിജ വിഭവങ്ങളുമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു എങ്ങനെയും കോർപ്പറേറ്റുകൾ വാരിക്കൊണ്ട് പോട്ടെ എന്ന് പറയുന്നൊരു സമീപനം സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന അപകടങ്ങൾ മറ്റു പലതുമുണ്ട്. പെട്രോളിയം ആദ്യം നമ്മൾ ചില പര്യവേഷണങ്ങൾ നടന്നപ്പോൾ വിചാരിച്ചത് കൊല്ലത്ത് ചില കപ്പലുകൾ വന്നു, നമുക്ക് സന്തോഷം തോന്നി. കൊല്ലം തീരത്ത്, കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലം മാത്രമല്ല, കേരള തീരത്ത് കൊച്ചിൻ ഹൈ പോലെയോ കൊല്ലം ഹൈ പോലെയോ ഒക്കെ പെട്രോളിയത്തിൻ്റെ വലിയൊരു സോഴ്സ് വരും. അങ്ങനെയാണെങ്കിൽ വലിയ ഗുണം നമ്മുടെ സ്റ്റേറ്റിനും എക്കണോമിയിൽ കിട്ടും. ഇതൊക്കെയാണ് ചർച്ച ചെയ്ത് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ വരുന്നത് ഈ തരത്തിൽ അതിനെ മുഴുവൻ ഈ പറഞ്ഞ ഒരു വലിയ ആവാസ വ്യവസ്ഥയെ, വളരെ ഡീപ്പല്ലാത്ത സിയെ, കടലിനെ ലക്ഷക്കണക്കിന്, ഇപ്പം ഒരു 100 ദശലക്ഷം ടണ്ണെന്നൊക്കെ പറഞ്ഞാൽ എത്ര ലക്ഷം ലോഡാണെന്ന് ആലോചിച്ചാൽ മതി, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ആലോചിച്ചാൽ മതി. അതിങ്ങനെ പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളതിനെപ്പറ്റി യാതൊരു ചിത്രവുമില്ല. വലിയ ആശങ്കയാണ്. ഇത്തരം ഒരു ആശങ്കയുടെ അന്തരീക്ഷം വരുന്നു എന്നുള്ളതാണ് പ്രധാനം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്നെ ഇത്തരം ഒരു കാര്യത്തിന് വിളിക്കുമ്പം എനിക്കറിയാം എന്നെക്കാളും വളരെ ഈ മേഖലയെ സംബന്ധിച്ച് സംസാരിക്കാൻ അനുഭവമുള്ള ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അവരുടെ ഈ സെമിനാറിലെ ചർച്ച വളരെ പ്രധാനമാണ്. ഇത് പൊതുവിൽ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർത്ത് മനസ്സിലാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്, പ്രകൃതിയെ മനസ്സിലാക്കാതെ ചെയ്യുന്ന ചൂഷണം വല്ലാത്ത അപകടത്തിലേക്ക് ലോകത്തെ എത്തിക്കും. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. അതിൽ ഇടതുപക്ഷമോ വലതുപക്ഷമോ BJP ഒന്നും വ്യത്യാസമല്ല എന്ന് ഞാൻ കരുതുന്നു. രാജ്യത്തുണ്ടാക്കുന്ന വലിയ അപകടം, നമ്മുടെ ക്ലൈമറ്റിലുണ്ടാക്കുന്ന വ്യത്യാസം, ചൂടിൻ്റെ ഗതിയിൽ ഇപ്പോൾ വന്നേക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ കൂടുതൽ അപകടത്തിലേക്ക് എത്താം. അത് സൂക്ഷിച്ചല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത് ലോക രാഷ്ട്രീയത്തിൽ ജിയോ പൊളിറ്റിക്കൽ ടോട്ടൽ ഫ്രെയിംവർക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ അമേരിക്ക ഒരു കാര്യം പറഞ്ഞു, ഇതുവരെ അവർ ഈ ഷെൽ ഗ്യാസിനെ എടുക്കാനും പെട്രോളിയം എടുക്കാനും അധികം തയ്യാറായിരുന്നില്ല. കാരണം ഈ പാറകളുടെ ഇടുക്കുകളിലുള്ള ആ ഗ്യാസും പെട്രോളിയം എടുത്താൽ പാറക്കെട്ടുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു നേരത്തെ. കടലിലെ നേരെ എടുക്കുന്ന അല്ലെങ്കിൽ എണ്ണക്കിണറിൽ നിന്ന് എടുക്കുന്ന പെട്രോളിയത്തെ പോലെ അല്ല ഷെയിൽ ഗ്യാസ്. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് ഇപ്പോൾ പറഞ്ഞു, യഥേഷ്ടം പെട്രോൾ മുഴുവൻ എടുത്തിട്ട് ലോകത്തേക്കെല്ലാം കൊടുക്കാൻ നമുക്ക്, ഇപ്പോൾ ഷെയിൽ ഗ്യാസ് ആയാലും, കാരണം അവരുടെ എക്കോളജിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന നിലയിലേക്ക് വന്നു. ഇതൊക്കെ ഒരു കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസമാണ് പെട്രോളിയം ഖനനത്തിൻ്റെ. നേരത്തെ എടുത്തിരുന്നല്ല. ഗ്രീൻലാൻഡ് ഇപ്പോൾ നമ്മുടെ മഞ്ഞുമൂടിയ ആ മേഖലകളിലേക്ക് പോയാൽ ധാരാളം സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അമേരിക്ക എടുക്കാൻ ആലോചിക്കുന്നതെന്നുള്ള വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവസാനിക്കുന്നില്ല കാര്യങ്ങൾ. ചൊവ്വയിലേക്കുൾപ്പെടെ, ചന്ദ്രനിലേക്ക് മാത്രമല്ല ചൊവ്വയിലേക്കുൾപ്പെടെ പോയി ഖനിജങ്ങൾ കൊണ്ടുവരാമെന്നുള്ള സ്വപ്നം മനസ്സിൽ താലോചിക്കുകയും അതിൻ്റെ കാഴ്ചപ്പാടുകളും കണ്ടുപിടുത്തങ്ങളുമായി പോകുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റിന് ടോട്ടൽ അഡ്വൈസറായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിലെ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളെപ്പറ്റിയൊക്കെ സാധാരണ പറയും കമ്മ്യൂണിസ്റ്റുകാർ അമേരിക്കയിലെ കാര്യം പറയുന്നു. ഞാൻ പറയുന്നത് അങ്ങനല്ല. ഞാൻ പറയുന്നത് അവിടെ പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് മാത്രമല്ല, അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സർക്കാരിനെ വെട്ടിക്കുറയ്ക്കാനുള്ള ചുമതല ഏൽപ്പിച്ചേക്കുന്നത് ഇലോൺ മസ്കിനെയാണ്. ഇലോൺ മസ്കാണ്, നിങ്ങൾക്കറിയുന്നതാണ്, അദ്ദേഹം വളരെ വലിയൊരു വ്യവസായിയാണ്. ഇപ്പോൾ പിന്നെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ട്വിറ്റർ മേടിച്ച് ഒക്കെ ആക്കിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ആശയങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നേരെ അവിടുന്നുള്ള ഖനിജ വിഭവങ്ങളും കൊണ്ടുവരാം. ആത്യന്തികമായി ഇതൊക്കെ നമ്മുടെ ഒരു കാലത്ത് മാത്രം നിന്നാൽ മതിയോ? നമുക്ക് ലോകത്തോടൊരു കടമയില്ലേ? ഇനി വരുന്ന തലമുറയോടൊരു ഉത്തരവാദിത്വമില്ലേ? ഇപ്പോൾ ഇത് മുഴുവൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുത്ത് തീർക്കാമോ? ഇതെങ്ങനെ പ്രകൃതിയെ ബാധിക്കും? ഇത് നമ്മുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും? തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മുടെ മുൻ ഭരണാധികാരികൾ, പാർലമെൻ്ററി സിസ്റ്റം വരികയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യുന്നതിൻ്റെ കാലം മാത്രമല്ല, കൊളോണിയൽ രാജ്യങ്ങൾ വരുന്ന കാലം മുതലല്ല, അതിനു മുമ്പുള്ള നമ്മുടെ ഭരണാധികാരികൾ രാജഭരണകാലത്തും നാടുവാഴി വ്യവസ്ഥയുടെ കാലത്തുമൊക്കെ വനം വെച്ചുപിടിപ്പിക്കാനും റോഡ് സൈഡിൽ ചോരമരം വെച്ചുപിടിപ്പിക്കാനും ഒക്കെ ഭരണപരിഷ്കാരങ്ങൾ നടത്തിയ പഴയ ഭരണാധികാരികൾക്ക് വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോളജിയെയും എൻവയോൺമെൻറ്റിനെയും നമ്മുടെ ഫ്യൂച്ചറിനെയും എല്ലാം കാത്തു സൂക്ഷിക്കുന്നതായിരിക്കണം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതിൽ നിന്ന് വലിയ വ്യത്യാസം വരുന്ന തരത്തിലേക്ക് ഒരു ഡെവലപ്മെൻ്റ് എന്ന നിലയിൽ കാര്യങ്ങൾ വരുന്നത് ഉണ്ടാക്കുന്ന അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ ഈ കൊല്ലം തീരത്തെ കരിമണൽ ഖനനം സംബന്ധിച്ചും കടൽ ഖനനം സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് പ്രകൃതിയെ ഭാവിക്ക് വേണ്ടിയും മനുഷ്യന് വേണ്ടി ഉപയോഗിക്കണം, പക്ഷേ ഭാവി ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ തീരദേശ മേഖലയോ അല്ലെങ്കിൽ നമ്മുടെ നാടിനെയോ ബാധിക്കുന്ന വലിയ വിഷയമായി ഇത് മാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വിഷയം നമ്മൾ
ഏറ്റെടുത്തത്. അതിനുശേഷം നമ്മൾ ആരൊക്കെ ഈ പരിപാടിക്ക് പങ്കെടുക്കണം, ഏതൊക്കെ പാനലിൽ ആരൊക്കെ വേണമെന്നുള്ള കാര്യം നോക്കി. സംസ്ഥാനത്ത് തന്നെ ഈ മത്സ്യബന്ധന മേഖലയുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാനലിനെ നമുക്ക് ലഭിച്ചു. അപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാലിനെ ലഭിച്ചു. ഈ വിഷയം വന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു സംശയം അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു കൗതുകം എന്ന് പറയുന്നത്, സാധാരണ കിളിമീനും അല്ലെങ്കിൽ കരിക്കാടിയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഈ ഒരു വാർത്തകളൊക്കെ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ആശങ്ക ഉണ്ടായത്. രണ്ടാമത് നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള കൊല്ലത്ത് മാത്രം ഏതാണ്ട് 5000-ഓളം മത്സ്യബന്ധന തൊഴിലാളികളുണ്ടെന്നാണ്, അല്ലെങ്കിൽ അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെയൊക്കെ തൊഴിൽ നഷ്ടമാകുമെന്നുള്ള കാര്യം. മൂന്നാമത്തേത്, എപ്പോഴും നമ്മൾ പറയുന്നത് കൊല്ലം മേഖലയിലേക്ക് അല്ലെങ്കിൽ കൊല്ലം തീരത്തേക്ക് വരുമ്പോൾ കരിമണൽ ഖനനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇതെന്നുള്ളൊരു ആശങ്ക വരുന്നു. അതിനേക്കാളെല്ലാം ഉപരി കടലിൽ നിന്ന് ഈ മണ്ണ് വാരിക്കൊണ്ടുവന്ന് എത്രത്തോളം കഴുകിയാലായിരിക്കും അതിനകത്ത് ഉപ്പുരസം മാറുക. അങ്ങനെ മാറുന്ന മണ്ണ് എത്രത്തോളം നമുക്ക് പണിപ്പെടേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറേയേറെ കൗതുകങ്ങളും അല്ലെങ്കിൽ കുറേയേറെ സംശയങ്ങളും ഒക്കെ തന്നെ ഉള്ള ഒരു സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് അതിഗംഭീരമായി സംസാരിക്കാൻ സാധിക്കുന്ന വ്യക്തികളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് നമുക്ക് പാനലിൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം സംസാരിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് TJ ആഞ്ചലോസ്. ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏറെക്കുറെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വിഷയത്തിന്മേൽ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ്. അനുബന്ധ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഏറെക്കുറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ വിഷയത്തെ സംബന്ധിച്ച് ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ സാമ്പത്തിക നയത്തിൻ്റെ ആദ്യ പരീക്ഷണം നടന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിലാണ്. 91-92 കാലഘട്ടത്തിൽ വിദേശ ട്രോളറുകൾ കൊണ്ടുവരിക എന്നുള്ളൊരാശയം. ഇപ്പോൾ പാർലമെൻറ്റിൽ വന്ന് വിഷയം പലർക്കും അറിയുമെങ്കിൽ പോലും ഇതിൻ്റെ വരുംവരായിക അതറിയാവുന്ന സ്ഥിതിയായിരുന്നില്ല. എന്നെപ്പോലുള്ള ആളുകളെ അവിടെ ഒറ്റയാൻ പ്രതിഷേധം ആ കാലഘട്ടത്തിൽ ഉയർത്തുകയുണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ഫിഷറീസ് മിനിസ്ട്രി ഇല്ല. എക്സ്പോർട്ട് ചെയ്യുന്നത് കോമേഴ്സ് മിനിസ്ട്രിയായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ലൈസൻസുകൾ കൊടുക്കുന്നത് ഫുഡ് പ്രോസസ്സിംഗ് മിനിസ്ട്രിയായി ബന്ധപ്പെട്ടാണ്. മത്സ്യവകുപ്പ് മൊത്തത്തിൽ കൃഷി വകുപ്പിൻ്റെ കീഴിലാണ്. എന്നാൽ അതിനെ നന്നായി അത്തരം ഡിബേറ്റുകളെ നേരിട്ടത് വാണിജ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ P. ചിദംബരമാണ്. വളരെ നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നയാളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വിദേശ ട്രോളറുകൾ വന്ന് ആഴക്കടലിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യസമ്പത്തെല്ലാം കരയിലേക്കെത്തിയാൽ ഇന്നുള്ളതിൻ്റെ 4 ഇരട്ടി വരുമാനം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാകും. പ്രോസസ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കുതിച്ചുകയറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയൊരു പൂക്കൃഷിയുടെ കാര്യമാണെങ്കിൽ പോലും അത് പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള നല്ല വൈദഗ്ധ്യമുള്ളയാളാണ് അദ്ദേഹം. അദ്ദേഹം നന്നായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് അത്തരം ട്രോളറുകൾ ഇങ്ങോട്ട് വന്നില്ല. അവിടം തന്നെ കാച്ചിങ് നടത്തി പ്രോസസ്സ് ചെയ്ത് അവിടം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായത്. അത് ആഴക്കടലിലാണ് എന്നുള്ളത് മാറി തീരക്കടലിലേക്കും അത് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി 2 ദിവസം നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് മത്സ്യമേഖലയിൽ നടന്നത്. അത് ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ടല്ല, തൊഴിലാളികൾ നേരിട്ട്. കാരണം ബാക്കി എത്രയോ ഹർത്താലുകൾ, എൻ്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ ഒരുപാട് ഹർത്താലുകൾ, അതിനു മുമ്പ് ബന്ദുകൾ, പണിമുടക്കങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ തീരദേശത്ത് അതൊന്നും പ്രതിഫലിക്കില്ല. കാരണം ഇന്ന് കരയിലേക്ക് വരുന്നത് ഇത്ര ദിവസം മുമ്പ് കാച്ചിങ്ങിന് പോയ ബോട്ടുകളാണ്. ഒരു ദിവസം 24 മണിക്കൂർ ബന്ദാണ്. നിങ്ങൾ കടലിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല. കരയിലേക്ക് വന്നാൽ അതിൻ്റെ കച്ചവടം ഉണ്ടാകും, മറ്റു കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ഒരു ബന്ധം അവിടെ ബാധിക്കാറില്ല. പക്ഷേ അന്ന് 2 ദിവസം പൂർണ്ണമായി സ്തംഭിച്ചു എന്നുള്ളതാണ്.
സംഭവിച്ചു എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ചൊരു കമ്മീഷനെ വെച്ചു, തൊഴിലാളി പ്രതിനിധികളുണ്ടായിരുന്നു, രാജ്യവ്യാപകമായി തെളിവെടുപ്പ് നടത്തി. തുടർന്ന് ലൈസൻസുകൾ കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ഗവൺമെൻറ്റിനെ കൊണ്ടെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴും അതേ വിഷയം വരുന്നുണ്ട്. ഈ നിലവിലുള്ള പാർലമെൻറ്റിന് മുമ്പ് മോദി ഗവൺമെൻറ്റിൻ്റെ അവസാന പാർലമെൻറ്റ് സമ്മേളനത്തിൽ കൊണ്ടുവന്ന നിയമമാണിത്. അത് മന്ത്രിയുടെ സൂചിപ്പിച്ചാൽ വനമേഖലയിലും കടൽ മേഖലയിലും ഖനനം, വനമേഖലയിലെ ഖനനം അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല. മണിപ്പൂർ വിഷയം, അനുബന്ധമായ വിഷയങ്ങൾ, ഇപ്പോൾ ചിലയിടങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മാവോയിസ്റ്റ് വേട്ട, അപ്പോൾ എല്ലാം തീവ്രവാദികളെ അനുകൂലിക്കുന്ന തരത്തിൽ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് പലയിടങ്ങളിലും ആദിവാസി മേഖലകളിൽ ഖനനത്തിന് ചെല്ലുന്ന ഘട്ടങ്ങളിൽ അവിടെയെല്ലാം ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ചിലയിടങ്ങളിലെല്ലാം വ്യാജ ഏറ്റുമുട്ടലുകൾ എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ വനപ്രദേശങ്ങളിൽ മുമ്പ് വനസംരക്ഷണ നിയമം ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി വനപ്രദേശങ്ങളിലേക്ക് ഖനനം, വേദാന്ത ഉൾപ്പെടെയുള്ള കമ്പനികൾ കടന്നു ചെല്ലുകയാണ്. അതിൻ്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. മറ്റൊരു മേഖലയാണ് കടൽ മേഖല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആഗോള നിക്ഷേപക സമ്മേളനം ജിം, ഞങ്ങളുടെ നാട്ടുകാരനായ മാവേലിക്കരക്കാരനായ സുജാതനാണ് അന്നത്തെ ആഗോള നിക്ഷേപക സമ്മേളനത്തിൽ ഈ പദ്ധതി അദ്ദേഹം അവതരിപ്പിച്ചത്. അന്ന് ശക്തമായ എതിർപ്പ് എല്ലാ മേഖലകളിലും ഉണ്ടായി. അത് ആ പദ്ധതിയിൽ നിന്ന് ഗവൺമെൻറ് പിന്നോട്ട് പോകേണ്ടി വന്നു. ഇപ്പോൾ പുതിയ രൂപത്തിൽ വരുന്നു, എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. എന്നാൽ 27-ാം തീയതി ടെൻഡർ പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആളുകളെയും കൈക്കലാക്കാൻ കഴിയുന്ന കോർപ്പറേറ്റുകളാണ് കടന്നു വരുന്നതെങ്കിൽ എന്തെല്ലാമാണ് തീരദേശത്തുണ്ടാകുക എന്നുള്ളത് പറയാൻ കഴിയില്ല. അനുകൂലിക്കുന്നവരുണ്ടാകാം, പ്രതികൂലിക്കുന്നവരുണ്ടാകാം. ഏതായാലും കേരളത്തിൻ്റെ തീരദേശത്തെ സംബന്ധിച്ച് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കടൽ ഭിത്തിയുടെ നിർമ്മാണം വന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1 കിലോമീറ്റർ കടൽ ഭിത്തി നിർമ്മിച്ചാൽ തൊട്ടടുത്ത് രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്നത്. ഏത് ഗവൺമെൻറ് ആണെങ്കിലും മൊത്തത്തിൽ കടൽ ഭിത്തി നിർമ്മിക്കാൻ കഴിയില്ല. ഞങ്ങൾ ജനപ്രതിനിധികളായിരുന്നവരാണ്. പല സ്ഥലത്തും ഹാർബറുകൾ വേണം, ലാൻഡിംഗ് സെൻറ്ററുകൾ വേണം, ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കും. അതൊരെണ്ണം വന്നാൽ തൊട്ടടുത്ത പ്രദേശം കടൽ വിഴുങ്ങും എന്നുള്ളതാണ്. അതാണ് കടലിൻ്റെ പ്രത്യേകത. കടൽ തീരത്തിയെന്ന് ഒരുപിടി മണ്ണ് വാരിയാൽ ആ തിരമാല വന്ന് ഉടൻ അതിനെ നികത്തി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിച്ചു പോകുന്ന രീതിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മണൽ ഖനനം നടക്കുന്ന ഒരു കേന്ദ്രമാണ് ഇന്തോനേഷ്യ. എക്സ്പോർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. സുനാമിയുടെ ഉറവിടം അവിടെയായിരുന്നു. ആഴത്തിലേക്കുള്ള ഖനനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടമെത്തിയാൽ ഭൂമിക്ക് ഒന്ന് കുലുങ്ങിയിരിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ. അവിടെ മരിച്ചതിനേക്കാൾ എത്രയോ അധികം ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ ജില്ലയിലും തൊട്ടടുത്ത ജില്ലകളിലും മരണപ്പെട്ടത്. അപ്പോൾ ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ലാതെ അത്തരം ഖനനത്തിലേക്ക് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ഭീതിജനകമാണ്. ഇവിടെ പറഞ്ഞു മത്സ്യത്തിൻ്റെ ടേസ്റ്റിനെ സംബന്ധിച്ച് മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് ഇവിടെ. ഗുജറാത്ത് പോലെയല്ല, ബംഗാൾ ഉൾക്കടൽ പോലെയല്ല. ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഒരു മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനത്തിന് പോയാൽ അതോടനുബന്ധമായി 4 കുടുംബങ്ങൾ കൂടി ജീവിക്കുന്നു എന്നാണ്. ഇവിടെ നീണ്ടകരയിലൊരു തൊഴിലാളി മത്സ്യബന്ധനത്തിന് പോയാൽ വയനാട്ടിലോ ഇടുക്കിയിലോ ഉള്ള ഒരു കുടുംബം അതുമായി ബന്ധപ്പെട്ട് മത്സ്യവില്പനയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അത്രയും ആളുകളുടെ തൊഴിലാണ്, ഇതിൻ്റെ സംരക്ഷണമാണ്. ഇപ്പോൾ തന്നെ സമുദ്ര ജലനിരപ്പ് വർദ്ധിക്കുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. മൺട്രോത്തുരത്തിൽ നിന്ന് ഓരോ തവണയും മാറിപ്പോകുന്ന ആളുകളുടെ എണ്ണം. ഞങ്ങളുടെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ വൃശ്ചിക വേലിയേറ്റം എന്ന് പറയുന്ന ഒരു വേലിയേറ്റം ഉണ്ടാകും. 24 മണിക്കൂറൊക്കെയാണ് നീണ്ടു നിൽക്കുന്നത്. ഇപ്പോൾ 12 മാസവും വെള്ളപ്പൊക്കമാണ്. തീരദേശത്ത് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അപ്പോൾ സമുദ്ര ജലനിരപ്പ് കൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എവിടെ ചെന്നെത്തും എന്നുള്ള ഭീതിജനകമായ അന്തരീക്ഷമാണ്. മറ്റെല്ലാ പ്രാസംഗികർക്കും സമയം കൊടുക്കണം. അവരെല്ലാം നന്നായി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻ്റ് ആകെ ഇളകി മറിഞ്ഞ ദിവസമാണ് ഇത് അവതരിപ്പിച്ചത്. ശ്രീമാൻ ടി എൻ പ്രതാപനെ പോലുള്ള ആളുകൾക്ക് അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കഴിയും.
പാർലമെൻറ്റ് പാസാക്കിയ നിയമത്തിനെതിരെയുള്ള സമരം എങ്ങനെയാണ് വിജയിക്കുക? നിയമ ലംഘന സമരം വിജയിക്കുമോ? വിജയിച്ചല്ലോ നമ്മുടെ നാട്ടിൽ. കർഷകർക്കെതിരെയുള്ള നിയമം കൊണ്ടുവന്ന് ആ കർഷകർക്കെതിരെയുള്ള നിയമങ്ങൾ പിൻവലിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞാൽ പിൻവലിക്കാൻ കഴിയില്ല, പാർലമെൻറ്റ് തന്നെ സമ്മേളിക്കണം. പാർലമെൻറ്റ് തന്നെ സമ്മേളിച്ച് ആ നിയമത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായി. ഗവൺമെൻറ് പിന്മാറി. ബഹുമാനായ നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ ഈ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ രത്ന ചുരുക്കം പറയുകയുണ്ടായി, എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഈ എങ്ങനെയാണ് ഈ ഖനനം വന്നത്, ഇപ്പോഴത്തെ ഖനനത്തിന് തീരുമാനമുണ്ടായത്? നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം നേരത്തെയുണ്ട്. ആ നിയമം പുറംകടൽ ധാതു ഖനന നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അത് 2002 ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചത്. 2002 ആ നിയമത്തിന് പുതിയ ഭേദഗതി കൊണ്ടുവരാനുണ്ടായത് 2023. ശ്രീ ടി ജെ ആഞ്ചലോസ് മുൻ എം പിയോട് സൂചിപ്പിച്ചതുപോലെ ഞാനൊക്കെ 2023 പാർലമെൻറ്റ് മെമ്പറായിരുന്നു. അന്ന് പാർലമെൻറ്റിൽ മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി രാജിവെക്കണം, മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സമരം ചെയ്യായിരുന്നു. അന്ന് പാർലമെൻറ്റിൽ 137 MP-മാരെ സസ്പെൻഡ് ചെയ്തു. ഒന്നാമത്തെ സസ്പെൻഷൻ കിട്ടിയ ആൾ ഞാനായിരുന്നു. ഒന്നാം സസ്പെൻഷൻ എൻ്റെ പേരിലായിരുന്നു. അന്ന് 4 പേരെ, പിറ്റേ ദിവസം അങ്ങനെയാണ് ആദ്യത്തെ സസ്പെൻഷൻ കിട്ടിയ ആൾ ഞാനാണ്. ആ ദിവസങ്ങളിൽ ആ സെഷൻ ഞങ്ങൾ മുഴുവൻ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തി. പാർലമെൻറ്റ് സസ്പെൻഡ് ചെയ്താൽ അകത്ത് കടക്കാൻ പറ്റില്ല എന്നുള്ളത് മാധ്യമപ്രവർത്തകന്മാർക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന സാധാരണ ജ്ഞാനമുള്ള എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഏകപക്ഷീയമായി ഒരു ഭേദഗതി ബില്ല് 2023 കൊണ്ടുവരുന്നത്. ആ ബില്ല് ആണ് അത് നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 246 ഷെഡ്യൂൾ 2 ലിസ്റ്റ് 21 പ്രകാരം ഉണ്ടായിരുന്ന അധികാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ആ അധികാരപ്രകാരം 22 കിലോമീറ്റർ എന്ന് പറഞ്ഞ 22 നോട്ടിക്കലിൽ നമുക്ക് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നു. ഏത് മിനറൽസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, മത്സ്യബന്ധനത്തിൻ്റെ കാര്യത്തിൽ അതെല്ലാം എടുത്തു കഴിഞ്ഞു. ആഴക്കടൽ ധാതു ഖനനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന നിയമം അത് പൊതുമേഖലയിൽ ആസ്പദമായിരിക്കണമെന്നായിരുന്നു അതിൻ്റെ ഷാർപ്പ് മെൻഷനിങ്. അത് ഭേദഗതി ചെയ്തു. ആർക്കും ആവാം, സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും ആകാമെന്ന് കൊണ്ടുവന്നു. അതിന് ഒരു വിദഗ്ധ സമിതിയുടെയും റിപ്പോർട്ടില്ല. പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ബ്ലൂ എക്കണോമി. ബ്ലൂ എക്കണോമി എന്നുള്ള ആശയം നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ബ്ലൂ എക്കണോമി എന്നുള്ള ആശയത്തിൻ്റെ പ്രത്യേകത കടലിൽ ഉള്ള മത്സ്യസമ്പത്ത്, ആ പ്രത്യേകിച്ചും ആഴക്കടലിലുള്ള മത്സ്യസമ്പത്ത് നമുക്ക് വേണ്ട വിധത്തിൽ ഇപ്പോഴും ചൂഷണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് ശാസ്ത്ര പഠനങ്ങളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നിഗമനങ്ങളുമുണ്ട്. അതിലുള്ള നമുക്കൊരു പക്ഷേ അനുവദനീയമായ വെസലിനേക്കാൾ കൂടുതൽ വെസലുകൾ ഉണ്ടെങ്കിൽ പോലും ആഴക്കടലിൽ കിടക്കുന്ന വലിയ ഏറ്റവും കൂടുതൽ കയറ്റുമതി മൂല്യങ്ങളുള്ള മത്സ്യങ്ങൾ, നമ്മുടെ ട്യൂണ ഉൾപ്പെടെ, ഇപ്പോൾ ലക്ഷദ്വീപിൽ നമ്മൾ ട്യൂണ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ലക്ഷദ്വീപ്. നമ്മുടെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യയിലെ എല്ലാ കടലിലും കടലിൽ മത്സ്യസമ്പത്ത് ധാരാളമുണ്ടെന്നാണ് സാറ്റലൈറ്റ് പഠനങ്ങളും സാറ്റലൈറ്റ് ഇതര പഠനങ്ങളും കണ്ടെത്തിയത്. അത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനത്തിനും അതുവഴി രാജ്യത്തിൻ്റെ പൊതുഖജനാവിലേക്കും പണം കൊണ്ടുവരുന്നതിന് വേണ്ടി പൊതുഖജനാവിനെ സഹായിക്കുന്നതിന് വേണ്ടി ബ്ലൂ എക്കണോമി എന്നൊരാശയം കൊണ്ടുവന്ന് കടലിലെ മത്സ്യസമ്പത്തിനെ പരമാവധി ട്രഡീഷണൽ ഫിഷർമാന് മെക്കനൈസേഷണൽ ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്ത് ഏറ്റവും മോസ്റ്റ് മോഡേൺ വെസൽസ് കൊടുത്ത് അത് കൊണ്ടുവരുന്നതിനും അതിനനുബന്ധമായി തീരപ്രദേശത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നതാണ് ബ്ലൂ എക്കണോമിയുടെ ആധാരശില. അതിനു വേണ്ടി പ്രധാനമന്ത്രിയുടെ അണ്ടറിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ലീഡർഷിപ്പിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ആക്ഷൻ ടീമുണ്ട്. ആ ആക്ഷൻ ടീം സബ്മിറ്റ് ചെയ്തതാണ് ബ്ലൂ എക്കണോമി. ഇപ്പോൾ 5 പുതിയ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ബ്ലൂ എക്കണോമിക്ക്. ആ പുതിയ 5 പുസ്തകങ്ങൾ
പുസ്തകങ്ങളിൽ ഒന്നിലും ഏതെങ്കിലും പാരിസ്ഥിതിക ആഘാത പഠനമോ സമുദ്രാഘാത പഠനമോ ഇതുമായി ഉണ്ടാകുന്ന എക്കോളജിക്കൽ, ഫിനാൻഷ്യൽ, സോഷ്യൽ, അങ്ങനെ ഈ 3 സെക്ടറും എക്കണോമിക്കലായും ഫിനാൻഷ്യലായും സോഷ്യലായും ഒരു രീതിയിലുമുള്ള സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയ റിപ്പോർട്ട് ബ്ലൂ എക്കോണമിയുടെ ഒരു ലെഡ്ജറിലുമില്ല. അതുമായി ബന്ധപ്പെട്ട് പ്രൈം മിനിസ്റ്റർ ഓഫീസ് പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ലിറ്ററേച്ചറിലുമില്ല. പാർലമെൻറ്റിൽ സർവേ ചെയ്തിട്ടുള്ള ഒരു ടേബിളിൽ സർവേ ചെയ്ത ഒരു റിപ്പോർട്ടിലുമില്ല. പിന്നെ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ഭരണഘടനയിലെ നിയമം ഭേദഗതി ചെയ്തു. സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന 12 നോട്ടിക്കൽ മൈലിലുള്ള അധികാരത്തിൽ അടക്കം സംസ്ഥാന ഗവൺമെൻറ് അധികാരം കളഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ് അധികാരം വന്നു. ഇപ്പോൾ കരിമണൽ ഖനനം നമ്മുടെ ഇവിടെ നടക്കുന്നത് ഞങ്ങളൊക്കെ അതിശക്തമായി അതിനെതിർക്കുകയാണ്. കരിമണൽ ഖനനം ഉണ്ടാക്കുന്ന കൊല്ലം ആലപ്പുഴ ജില്ലയുടെ തീരത്തെ മാത്രമല്ല ഗ്രാമങ്ങളെ ഇല്ലാതാക്കും. കടലും കായലും ഒന്നാകും. അത് പൊതുമേഖല നടത്തിയാലും കർത്തമാര് ഇവിടെ നിന്നും കൊള്ളയടിച്ച് കൊണ്ടുപോയാലും അതിൻ്റെ ദുരന്തഫലം ഒരു സമൂഹത്തിന് മാത്രമല്ല, കേരളത്തിൻ്റെ, ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട, തീരദേശത്തിന് മാത്രമല്ല, നമ്മുടെ കുട്ടനാടൻ മേഖല ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ എന്താ പറയുക സമ്പന്നമായ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മേഖല അടക്കം തകർന്നു പോയി. ഭൂഗർഭജലത്തിലൂടെ അമിതമായി ഉപ്പുവെള്ളം, കടൽ ജലം അടക്കം പമ്പ് ചെയ്യുന്നതിനേക്കാൾ 100 HP വേഗതയിൽ പമ്പ് ചെയ്തതിനേക്കാൾ വേഗതയിൽ കടന്നു കയറി നമ്മുടെ പാരിസ്ഥിതികമായ എല്ലാ മേഖലകളെയും തകർത്തുകൊണ്ടിരിക്കുകയാണ് കരിമണൽ ഖനനം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത് വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന് എന്ന രീതി പറയാം. പക്ഷേ പുതിയ 2023 ഖനന ഭേദഗതി നിയമത്തിലൂടെ പാർലമെന്റിൽ ഇന്ത്യ ഗവൺമെന്റ് ഈ എല്ലാ ഖനനങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് കൈവയ്ക്കാനുള്ള അവകാശം നൽകിയിരിക്കുകയാണ്. ദിസ് ഈസ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഇത് ചെറിയ സിറ്റുവേഷൻ അല്ല. സ്വകാര്യ മേഖലയ്ക്ക് കൈവയ്ക്കാൻ അവകാശം കൊടുത്തതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ ശ്രീ KN ബാലഗോപാൽ അതിൻ്റെ നാൾ വഴികൾ പറഞ്ഞപ്പോൾ ഇന്ന് 17-ാം തീയതിയാണ്. ഇന്ന് നമ്മുടെ ടെൻഡർ നോട്ടിഫിക്കേഷൻ ഡേറ്റാണ് കൊല്ലത്തെ 5 പരപ്പിൻ്റെ. അത് കഴിഞ്ഞ് 27-ാം തീയതി പ്രോസസ്സ് പൂർത്തിയാക്കി. 28-ാം തീയതി അതിൻ്റെ ബിഡ് ഹാൻഡ് ഓവർ ചെയ്യും. ബിഡ് അംഗീകരിക്കപ്പെടും 28-ാം തീയതി. ഇവിടെ വേറൊരു ആപത്ത് നമ്മുടെ മുന്നിലുള്ളത്, ഇതിനൊരു മുൻധാരണ ഉണ്ടായി എന്നുള്ളത് കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ നിയമം പാസ്സാക്കുന്നതിന് തൊട്ട് മുമ്പായി 2023 പാർലമെന്റിൽ ഈ ആഴക്കടൽ മൈനിങ്ങിന് വേണ്ടിയുള്ള നിയമം പാസ്സാക്കിയത്. ധാതു ലവണ ഖനന നിയമം പുറംകടൽ ധാതു ഖനന ഭേദഗതി പാസ്സാകുന്നത്. അതിന് തൊട്ട് മുമ്പ് 2022 ഏപ്രിൽ മാസം 14-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഇത് വളരെ ഇവിടെ ശ്രദ്ധിക്കുന്ന താല്പര്യമുള്ള മാധ്യമപ്രവർത്തകന്മാരും ഇവരുടെ മത്സ്യത്തൊഴിലാളികളുടെ നേതാവ് ലീലാകൃഷ്ണനുണ്ട്. ഉമ്മ റൂട്ടുമ്മൽ, മലപ്പുറത്ത് നിന്ന് വന്ന ഉമ്മ റൂട്ടുമ്മൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, ലീലാകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഇരിക്കുന്ന മറ്റ് പലരും ഇത് താല്പര്യമുള്ള മാധ്യമപ്രവർത്തകന്മാർ, കൊല്ലം മാധ്യമപ്രവർത്തകന്മാർക്ക് കുറേയും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഈ കാര്യം നിങ്ങളെ ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ വർണ്ണം മറ്റാത്ത മയിൽപ്പീലി പോലെ ഒന്ന് കൊത്തിവെച്ചോളൂ. 2022 ഏപ്രിൽ 14 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ അദാനി കമ്പനി ആന്ധ്ര കേന്ദ്രീകരിച്ച് അലൂവിയൻ ഹെവി മിനറൽസ് ലിമിറ്റഡ് എന്നും ഒറീസയിൽ പുരി നാച്ചുറൽ റിസോഴ്സ് ലിമിറ്റഡ് എന്ന പേരിൽ 2 കമ്പനികൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. വെറുതെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെച്ചോളൂ. 2022 ഏപ്രിൽ 14-ാം തീയതിക്കും ഈ 17-ാം തീയതിക്കും ഇടയിൽ അദാനിയുടെ ഈ 2 കമ്പനികൾ ഈ മൈനിങ്ങിന് വേണ്ടി 2 കമ്പനികൾ ഈ 2 സ്ഥലത്ത് ആന്ധ്രയിലും ഒറീസയിലും രജിസ്റ്റർ ചെയ്ത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എൻട്രി ചെയ്തു. എന്തിന്? ശേഷം കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പിന്നെ ബാലചന്ദ്ര മേനോന്റെ സിനിമ പോലെ അഭിനയം. 2023 ഈ ഭേദഗതി വരുന്നതും സ്വകാര്യ മേഖലയ്ക്ക് ഈ ഖനനം നടത്താനുള്ള അനുമതി കൊടുക്കാൻ പാർലമെന്റിൽ ഭേദഗതി പ്രതിപക്ഷത്തെ പുറത്താക്കി
ഈ പാർലമെൻറ്റ് പുറത്തായി ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് പാർലമെൻറ്റിൽ എന്തും കാണിക്കും, അത് വേറെ, അത് നിയമസഭയിലും പാർലമെൻറ്റും കാണിക്കും. നമ്മുടെ ജനാധിപത്യം ഞാനൊരു പാർലമെൻറ്റിൽ 5 വർഷവും നിയമസഭയിൽ 15 വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 6.5 വർഷവും ഉൾപ്പെടെ 26.5 വർഷം ജനപ്രതിയായ ആൾ എന്ന നിലയിൽ പറയുന്നത് ഇത് സന്ദർഭോചിതം പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം ഹെൽത്തി ഡിസ്കഷൻ ഇന്നത്തെ നമ്മുടെ പാർലമെൻ്ററി വ്യവസ്ഥ നിയമസഭയിലും ഇല്ല, ലോക്കൽ ബോഡിയിലും ഇല്ല, പാർലമെൻറ്റിലും ഇല്ല. പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് മുതൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓപ്പോസിഷൻ എണ്ണം അല്ല പ്രശ്നം, ഓപ്പോസിഷൻ്റെ വണ്ണമല്ല പ്രശ്നം, ഓപ്പോസിഷൻ്റെ ഘനമല്ല പ്രശ്നം, ഓപ്പോസിഷൻ്റെ ആശയത്തിൻ്റെ കണ്ടന്റാണ് പ്രശ്നം. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുകൊണ്ടും ജനറൽ പബ്ലിക്കിൻ്റെയും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെയും ഭാഗമായി പാർലമെൻറ്റിൽ വരുന്ന ഏത് നിയമനിർമ്മാണത്തെയും ആ നിയമനിർമ്മാണത്തിന് AKG ഭേദഗതി കൊണ്ടുവന്നാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രതിപക്ഷമാകാനുള്ള അംഗമില്ലാതിരുന്നിട്ട് പോലും, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗമില്ലാതിരുന്നിട്ട് പോലും AKG കൊണ്ടുവരുന്ന ഭേദഗതിയാണോ കമ്മ്യൂണിസ്റ്റുകാരൻ കൊണ്ടുവരുന്ന ഭേദഗതിയാണോ അല്ലെങ്കിൽ അന്നത്തെ ജനസംഘം കൊണ്ടുവരുന്ന ഭേദഗതിയാണോ എന്നൊന്നും നോക്കാതെ പാർലമെന്റിനകത്ത് കൺസ്ട്രക്റ്റീവായി ആരെന്ത് പ്രപ്പോസലുകൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിൽ വന്നാലും ബില്ലുകളിൽ വന്നാലും അത് സ്വീകരിക്കപ്പെടുന്നതാണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ ജനാധിപത്യ മതേതര ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് സന്ദർഭോചിതമായി ചൂണ്ടിക്കാണിക്കുകയാണ്. പാർലമെന്റിൽ കുറേ കാലങ്ങളെ അതൊന്നുമില്ല എന്നുള്ളത് ഇപ്പോൾ അത്ര കുറേ കാലങ്ങളെ ഇല്ല എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ജനപ്രതി എന്ന നിലയിൽ എൻ്റെ മനസ്സിനകത്തുള്ള ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ആശങ്ക വൈകാരികമായി ഈ സന്ദർഭത്തിൽ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 2023 ഈ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുമ്പ് 2022 തന്നെ അദാനിക്ക് മൈനിങ്ങിന് വേണ്ടി 2 കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കൊടുത്തു. ആ കമ്പനിക്ക് ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലെ ആളുകൾക്ക് ഈ മൈനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആകുന്ന രീതിയിൽ ഭരണഘടന ഭേദഗതി കൊണ്ടുവന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മൈനിങ്ങിൽ പങ്കെടുക്കാം. നമ്മുടെ സീഷോറിൽ, ഈ കൊല്ലം സീഷോറിൽ, ആലപ്പാട് കരുനാഗപ്പള്ളി വരുന്ന മേഖലയിൽ കരിമണൽ ഖനനം നടത്താൻ ഒരു കാരണവശാലും സ്വകാര്യ കമ്പനിക്ക് പറ്റില്ല. കർത്തയ്ക്ക് അവിടെ നിന്ന് ഖനനം നടത്താൻ പറ്റില്ലല്ലോ, കട്ടുകൊണ്ടുപോകാം, മോഷ്ടിച്ചു കൊണ്ടുപോകാം. അത് പിന്നെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പേരിൽ നടത്തുന്ന ഖനനത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാം. അതിന് ഡയറികളിൽ ഏതെങ്കിലും ഇനിഷ്യലുകൾ മാത്രം ചേർത്താൽ മതി, അതൊക്കെ മാർഗമുണ്ട്. പക്ഷെ ഇത് മറ്റേത് ചെയ്യാൻ പറ്റൂലല്ലോ, ഒരു കാരണവശാലും ഒരിക്കലും പറ്റുമായിരുന്നില്ല. ഇപ്പം ഫുൾ എല്ലാ വാതിലും തുറന്നു കൊടുത്തു, നമ്മുടെ കടലിൽ കയറാൻ അവസരം ഉണ്ടായി. ആ കടലിൽ കയറാൻ അവസരം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ നോട്ടിഫിക്കേഷൻ. അതിൻ്റെ മുന്നോടിയായി എറണാകുളത്തും പിന്നെ ഗുജറാത്തിലെ പോർബന്തറിലും 2 റോഡ് ഷോ നടത്തി. സെൻട്രൽ ഗവൺമെൻറ് ആളുകളെ വെച്ച് പങ്കെടുപ്പിച്ച റോഡ് ഷോ എന്നാണ് അതിൻ്റെ പേര്. ആ സെമിനാറിലും റോഡ് ഷോയിലും സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ബാലഗോപാലൻ പറഞ്ഞതും അഞ്ജലോസ് പറഞ്ഞതും ശരിയാണ്. നമ്മുടെ കൊല്ലം തെക്കും കൊല്ലം വടക്കും, ഇപ്പോൾ നമ്മൾ കൊല്ലത്തെ പറ്റി സംസാരിക്കുകയാണ്. കൊല്ലം പരപ്പ്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം 3 ജില്ലകളെ ബാധിക്കുന്ന നമ്മുടെ കൊല്ലം പരപ്പ്. ഇന്ത്യ നോർവേജിയൻ പ്രോജക്റ്റ് എന്നൊരു പ്രോജക്റ്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. പഴയ ആളുകൾക്ക് പക്ഷേ അത് ഓർമ്മയുണ്ടാകും. ആ പ്രോജക്റ്റ് 1952 1952 UN സമ്മേളനത്തിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി, പല മേഖലകളിലും നമുക്ക് നിവർന്നു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് UN അസംബ്ലിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ലോകത്തിലെ പല മേഖലകളിലും വൻപിച്ച വിജയം കൈവരിച്ച രാജ്യങ്ങളോട് ഞങ്ങളെ സഹായിക്കണം. നോർവേ ഗവൺമെൻറ് ആരോഗ്യ മേഖലയിലും മത്സ്യബന്ധന മേഖലയിലും ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു 1952. അതിൻ്റെ ഭാഗമായി നടന്ന നിരന്തരമായ പരീക്ഷണ ഗവേഷണങ്ങളൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് 1961-65 കാലത്ത് ഇന്ത്യയിലെ ഫിഷ് ബാങ്കുകളെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനം നടന്നത്. ആ ഫിഷ് ബാങ്കുകളെ പറ്റിയുള്ള ശാസ്ത്രീയമായ പഠനത്തിൽ ഇന്ത്യയിലെ 63 ഫിഷ് ബാങ്കുകളിൽ നമ്പർ 1 ഫിഷ് ബാങ്ക് എന്ന് പറയുന്നത് കൊല്ലം ബാങ്കാണ്. കൊല്ലം ഫിഷ് ബാങ്കാണ്. പൊന്നാനി ചാവക്കാട് ഒരു ഫിഷ് ബാങ്ക് ഉണ്ട്, കൊല്ലം ഫിഷ് ബാങ്ക് ഉണ്ട്. കൊല്ലം ഫിഷ് ബാങ്കിൻ്റെ പ്രത്യേകത നേരത്തെ ഇവിടെ ബാലഗോപാലൻ പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഇവിടെ നിങ്ങളെല്ലാവരും അത് ഒരു ആവർത്തന വിരസമായി തോന്നും. കൊല്ലം ഫിഷ് ബാങ്ക് എന്ന് പറഞ്ഞാൽ 1.5 അടി 2 അടി കനത്തിൽ അച്ചേളി, മണ്ണും ചെളിയും കൂടിയ സ്ഥലം. ഈ 1.5 അടി 2 അടി കനത്തിൽ
വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഈ പ്രദേശത്തെ ഈ ചെളിയിലാണ് പ്രധാനപ്പെട്ട മത്സ്യങ്ങൾ, മുട്ടയിടുന്ന മത്സ്യങ്ങൾ മുട്ടയിടുന്നതും പിന്നെ പ്രസവിക്കുന്ന മത്സ്യങ്ങൾ പ്രസവിക്കുന്നതും. പിന്നെ അങ്ങനെ ഈ രണ്ടും ഉള്ള മത്സ്യങ്ങളുണ്ട്. ഈ രണ്ട് മത്സ്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രജനന കേന്ദ്രമാണ് വർക്കലയ്ക്കും അമ്പലപ്പുഴയ്ക്കും ഇടയിലുള്ള ഈ കൊല്ലം പരപ്പ്, കൊല്ലം ബാങ്ക്, കൊല്ലം ഫിഷ് ബാങ്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഡെപ്പോസിറ്റ്. ഇത് നമ്മുടെ ഒരു അക്ഷയഖനിയാണ്. ഇത് നമ്മൾ വരദാനമാണ്. ഇത് അത്രമാത്രം ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടാണ് കൊല്ലം ബാങ്ക് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത്. ഇവിടേക്ക് നമുക്ക് ചിലപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് കൊല്ലത്ത് ഒരു എന്ത് ഹോട്ടൽ വർഷം കഴിച്ച യേശുവാസേ എന്താ ഹോട്ടലിൻ്റെ പേര്, അതിഥി ഹോട്ടലിൽ പോയി മത്തി. ഈ സീസൺ മത്തി കിട്ടുമ്പോൾ ഇത്രയ്ക്കുള്ള മത്തി 5 മാസമായിട്ട് മത്തിയുടെ വലിപ്പം ഇത്രയ്ക്കുണ്ട്. കൊല്ലത്ത് മാത്രമല്ല, എല്ലായിടത്തും ഒരു ടേസ്റ്റും ഇല്ല, ഒരു രുചിയില്ല. മത്തിപ്പീര അവിടെ നിന്ന് കഴിച്ചിട്ട് വേണ്ട വെച്ചു. മത്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഏറ്റവും വലിയ ഡെലിക്കസിയാണ് നമുക്ക് എല്ലാവർക്കും. ഇത്രമാത്രം പിന്നെ നമുക്ക് പോഷകാഹാരം തരുന്ന വേറൊരു സാധനം ഇല്ല. മത്തി 4 മാസമായിട്ട് മത്തി വളരുന്നില്ല. അതിനുള്ള ആൽഗകളില്ല, അതിൻ്റെ ഭക്ഷണം പിന്നെ പരിപൂർണം കിട്ടുന്നില്ല. ആഗോള താപനത്തിൻ്റെ ഭാഗമായി ഉപരിതല കടൽ സസ്യം കഴിക്കുന്ന മത്തിക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് മത്തി സാധാരണ തുലാമാസം തുടങ്ങിയ തുലാമാസത്തിൽ മത്തിയുടെ നെയ്മാസമാണ്. നമ്മളെല്ലാവരും തുലാമാസത്തിൽ നെയ്ച്ചാള കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ്. ഇത്തവണ ഒരാൾ നെയ്ച്ചാള കഴിക്കാൻ പറ്റുമെന്ന് ധരിച്ച് ആരും ഇരിക്കേണ്ട. ഞാൻ എക്സാമ്പിൾ പറഞ്ഞോളൂ. ഇതേപോലെ ഇപ്പം നമ്മളിവിടെ എവിടെ പോയി ഏത് മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചാലും മത്സ്യത്തിൻ്റെ രുചി കുറഞ്ഞു തുടങ്ങി. ഇയാൾ നേരത്തെ ബാലഗോപാൽ പറഞ്ഞു ശരിയാ. ഞാനൊക്കെ എല്ലാ ഞായറാഴ്ചയും ഡൽഹിയിൽ പാർലമെൻറ്റിന് പോകുമ്പോൾ ഇവിടെ നിന്ന് മീൻ കൊണ്ടുപോകും. നാട്ടികയിലെ ചേറ്റുവ ഹാർബർ ചേറ്റുവയിൽ നിന്ന് മീൻ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് എൻ്റെ മേടിച്ച് എൻ്റെ ഭാര്യ വെട്ടി ക്ലീൻ ചെയ്ത് മസാല പുരട്ടി കൊണ്ടുപോയി ഒരാഴ്ചക്കുള്ള മീൻ പ്രേമേന്ദ്രനടക്കം പിന്നെ ആരിഫ് ഉൾപ്പെടെ എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് കപ്പയും മീനൊക്കെ ഡൽഹിയിൽ എൻ്റെ ഫ്ലൈറ്റിൽ കഴിക്കും. അവിടുത്തെ മീനിൻ്റെ രുചി ബാലഗോപാലൻ പറഞ്ഞു. നമ്മുടെ മീനൊരു പ്രത്യേകമായ രുചിയും ടേസ്റ്റുണ്ട്. എല്ലാം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. എല്ലാ മത്സ്യവും കുറയാണ്, മത്സ്യത്തിൻ്റെ രുചി കുറയാണ്. സ്വാഭാവികമായും ആഗോള താപനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ പരിസ്ഥിതി ആഘാതം ഏറ്റവും കൂടുതൽ ഏൽക്കപ്പെടുന്നത് ഒന്ന് കടലിലാണ്. ഞാൻ ചുരുക്കുകയാണ്, എല്ലാവർക്കും പറയാൻ അവസരമാണ്. ഇത് പറഞ്ഞാൽ നേരം പുലരുന്നവരെ 1000 നാവുകൾ അനന്തനെ പോലെ പറഞ്ഞാൽ പോലും തീരൂല എന്നുള്ളത് കൊണ്ടും, പക്ഷേ പ്രസ് ക്ലബിൻ്റെ പരിപാടിയിൽ എല്ലാവർക്കും ലിമിറ്റഡ് ടൈം ഉണ്ട് എന്നുള്ളത് കൊണ്ടും നിർത്താൻ ആഗ്രഹമില്ല, നിർത്താൻ തോന്നുന്നില്ലെങ്കിൽ പോലും നിർത്താതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത് ആപത്താണ്. ഒരു ശാസ്ത്രീയ പഠനവും നടന്നിട്ടില്ല, ഒരു പാരിസ്ഥിതിക ആഘാത പഠനവും നടന്നിട്ടില്ല. ഈ കടലിൽ നിന്നും മണ്ണെടുത്ത് ഈ ചെളി മാറ്റി മണ്ണെടുത്തല ഉണ്ടാകുന്നത് അതിന്റെ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ ചെറിയല്ല. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വെസലുകൾ, അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. കോട്ട് ചെയ്യുമ്പോൾ ആ എക്യുപ്മെന്റ്സ് ഉള്ളവർക്ക് മാത്രമേ കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ 2 ആളെ കയ്യിലുള്ളൂ, 2 ചങ്ങാതി മുതലാളിമാരെ കയ്യിലുള്ളൂ. ഒന്ന് അദാനി ചേട്ടൻ്റെ കയ്യിലും ഒന്ന് അംബാനി ചേട്ടൻ്റെ കയ്യിലും. ഈ 2 ചങ്ങാതിമാരുടെ കയ്യിൽ മാത്രമേ ഇതിൽ നോട്ടിഫിക്കേഷൻ പറയുന്ന എക്യുപ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. വേറെ ആരും വന്നിട്ടും അവിടെ കാര്യമില്ല. നമ്മുടെ കടൽ പോകും, നമ്മുടെ കടൽ കുത്തിപ്പൊളിക്കും. കടലെന്ന് പറഞ്ഞാൽ ഞാൻ കടലിൽ ജനിച്ച ആളാണ്, കടപ്പുറത്ത് ജീവിക്കുന്ന ആളാണ്. ഞാൻ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിയമസഭയിലും മട്ടുണ്ട്. എൻ്റെ ഈ കൈ മുറിഞ്ഞാൽ ഈ ചോരയുടെ നിറം ചുവപ്പാണെങ്കിലും ഈ ചോരയ്ക്കൊരു മണമുണ്ട്, അത് കടലിലെ പച്ച മീനിൻ്റെ മണമാണെന്ന് പറയുന്ന ആളാണ്. ഞാനൊരു മീൻപിടുത്തക്കാരൻ്റെ മകനാണ്, അത് പറയുന്ന അഭിമാനമുണ്ട് എനിക്ക്. ഞാൻ ഒരു മീൻപിടുത്തക്കാരൻ്റെ മകനാ. എൻ്റെ സ്വന്തം സഹോദരൻ ഇപ്പോഴും മീൻ പിടിക്കാൻ പോകുന്ന ആളാണ്. ഇപ്പോഴും മീൻ പിടിക്കും. 15 കൊല്ലം MLA, 5 കൊല്ലം MP ആയിട്ടും എൻ്റെ സ്വന്തം മൂത്ത സഹോദരൻ ഇപ്പോഴും കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളാണ്. ഞാൻ നാട്ടിൽ ശ്രീനാരായണ കോളേജിൽ പഠിക്കുമ്പോൾ കാലത്ത് കടപ്പുറത്ത് പോയി എൻ്റെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും പിന്നെ സാധാരണ നാടൻ വഞ്ചി അത് കഴുകി അതിൽ നിന്നുള്ള മീനും പറക്കി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് കുളത്തിൽ ചാടി കുളിച്ച് കോളേജിൽ പഠിക്കാൻ പോയിരുന്ന ആളാണ്. ഇതിൽ കുറെ കൂടി വൈകാരികതയുണ്ട്. പറ്റമ്മയ്ക്ക് പോലെ ആണ് നമ്മുടെയൊക്കെ പോറ്റമ്മയാണ് കടല്. ആ അമ്മേനെ കുത്തി പൊളിക്കാൻ വരികയാണ്. ശങ്കിലൊരു തരി ജീവൻ്റെ അംശം ഉണ്ടെങ്കിൽ, നേരത്തെ ആഞ്ചലോസ് പറഞ്ഞു മീനാകുമാരി കമ്മീഷൻ എന്നെ ഇവിടുന്ന് എങ്ങനെ പറഞ്ഞയച്ചതെന്ന് അറിയാം. 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് പരമ്പരാഗത മീൻപിടുത്തക്കാർക്ക് മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനപ്പുറത്ത് പോയിട്ട് പിന്നെ നിയമം ലംഘിച്ച് മീൻ പിടിക്കുകയും കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസാനം അത് പിൻവലിക്കേണ്ടി വന്നു. ഒരു സംശയമല്ല, ഇന്ന് ടെൻഡർ തുടങ്ങി, 28 ടെൻഡർ ക്രോസ് ചെയ്യും, 27 ക്രോസ് ചെയ്യും, 22 ബിഡ് ഉറപ്പിക്കും. അദാനിയല്ല, അംബാനിയല്ല, ഇനി ഏത് കൊലകൊമ്പന്മാർ വന്നാലും കേരളത്തിൻ്റെ കൊല്ലം ഉൾപ്പെടെ, ചാവക്കാട് ഉൾപ്പെടെ, ആലപ്പുഴ ഉൾപ്പെടെ, പൊന്നാനി ഉൾപ്പെടെ ഒരു കടലിൽ നിന്നും ഒരു തരി മണ്ണ്
അവിടുന്ന് മത്സ്യത്തൊഴിലാളികൾ ജീവനന്റെ മൃതശരീരത്തെ കൂടെ അല്ലാതെ ഒരു തരി മണ്ണും എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ 2 മണിക്കൂർ വേണം, ക്ഷമിക്കണം. അതുകൊണ്ട് വൈകാരികമായി പറഞ്ഞ് സമ്മപ്പ് ചെയ്യാണ്. ഇത്ര മാത്രം പറയാണ്, ബാക്കി കാത്തിരുന്ന് കാണാം. ഒറ്റ വാക്കും കൂടി, കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വാക്കുണ്ട്, കള്ളനും കാറ്റും ചതിച്ചില്ലെങ്കിൽ വെള്ളാരം കല്ലുമ്മ കണ്ടുമുട്ടാം. ഇവിടെ എത്ര പേർക്ക് അത് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വാചകം നിങ്ങൾ മാധ്യമപ്രവർത്തനം സൂക്ഷിച്ചു വെച്ചോ. കള്ളനും കാറ്റും ചതിച്ചില്ലെങ്കിൽ വെള്ളാരം കല്ലുമ്മ കണ്ടുമുട്ടാം. കടലാമ കരയിൽ വന്ന് മുട്ടയിട്ട് തിരിച്ചു പോകുമ്പോൾ ആ മൂടിയിട്ട മുട്ടയോട് തിരിഞ്ഞു നിന്ന് കൈയും കാലും അമർത്തി കണ്ണടച്ച് നിന്ന് ആനിമൽ പ്ലാനറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കടലാമയെ സെർച്ച് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. കണ്ണടച്ച ഒരു സെക്കൻഡ് നിൽക്കണതാണ്. കടപ്പുറത്തെ മണലിൽ കിടക്കുന്ന മുട്ടയോട്, ഭ്രൂണത്തോട് അമ്മ മുട്ടയിട്ട് അമ്മ പറയാണ്, ഉണ്ണി കള്ളനും കാറ്റും ചതിച്ചില്ലെങ്കിൽ നമുക്ക് വെള്ളാരം കല്ലുമ്മ കണ്ടുമുട്ടാം. ആമ നീന്തിപ്പോയി വെള്ളാരം കല്ലുണ്ടാവും. നമ്മുടെ കടലാമ ഉണ്ടാകുന്ന വെള്ളാരം കല്ലിൻ്റെ ഫംഗസ് കഴിച്ചാണ് അത് ജീവിക്കുന്നത്. എന്നതുപോലെ കൊല്ലത്തെ പ്രസ് ക്ലബിനോടും മാധ്യമപ്രവർത്തകരോടും നന്ദി പറഞ്ഞുകൊണ്ട് കള്ളനും കാറ്റും ചതിച്ചില്ലെങ്കിൽ ഈ കാര്യത്തിലും വെള്ളാരം കല്ലുമ്മ നമുക്ക് കണ്ടുമുട്ടാം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എൻ്റെ ആഗ്രഹം എൻ്റെ പ്രിയ സഹോദരൻ സുരേഷ് കുമാറിൻ്റെ മത്സ്യത്തൊഴിലാളികളും ഇതിൻ്റെ കൂടെ ഉണ്ടാകണം എന്നാണ്. ഇതിൽ കൊടി ഒറ്റ നിറയുള്ളൂ, മത്സ്യത്തിൻ്റെ നിറം. മനുഷ്യൻ്റെ ഹൃദയവും മനുഷ്യൻ്റെ വിശപ്പും മനുഷ്യൻ്റെ ദാഹവും പിന്നെ മാത്രമേ ഈ ഒരു കൊടിക്ക് അടയാളമുള്ളൂ. ഇസത്തിൻ്റെ കൊടിക്ക് അപ്പുറത്ത്. അതുകൊണ്ട് എല്ലാ കൊടികളും ഒന്നിച്ചു നിൽക്കട്ടെ, എല്ലാ മനസ്സുകളും ഒന്നിച്ചു നിൽക്കട്ടെ. വെള്ളാരം കല്ലുമ്മ നമുക്ക് കണ്ടുമുട്ടാം. ആഴക്കടലിനെയും തീരക്കടലിനെയും ഒക്കെ സംബന്ധിച്ച്, തീരങ്ങളെയും ഒക്കെ സംബന്ധിച്ച് നിരവധി ചർച്ചകളും സെമിനാറുകളും റോഡ് ഷോകളും ഒക്കെ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു വിഷയമല്ല. ഈ രാജ്യത്ത് ലോകത്തിൻ്റെ 71% വരുന്ന സമുദ്രം, ആ സമുദ്രത്തെ പ്രയോജനപ്പെടുത്തി ലോകത്ത് വരും തലമുറയ്ക്ക് പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങളും ചർച്ചകളും ആഗോളതലത്തിൽ നടന്നു വരുന്നതാണ്. 1992 എർത്ത് സമ്മിറ്റ്, റിയോ ഡെ ജനീവയിൽ നടന്ന ആ എർത്ത് സമ്മിറ്റും അതിനെ തുടർന്ന് ഈ രാജ്യത്ത് ലോകത്ത് മുഴുവൻ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ഭൂമി ഈ നാട് ഈ അധിവസിക്കുന്നവരെയും അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ പ്രാപ്തമല്ല, പോരാതെ വരുന്നു എന്ന് കണ്ടെത്തുകയും അതുകൊണ്ട് മറ്റു മേഖലകളിലേക്ക് അധിവസിക്കുന്ന ജനതയുടെ നല്ല ജീവിതത്തിനു വേണ്ടി മറ്റു മേഖലകൾ കണ്ടെത്തണം എന്നുള്ള ചർച്ചയാണ് അതിൻ്റെ ആരംഭം. 2003 നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 2003 ശ്രീ TJ ആഞ്ചലോ സൂചിപ്പിച്ചു, ജിം പദ്ധതിയുടെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ളൊരു പരിശ്രമം നടത്തിയിരുന്നു. അന്ന് അദാനിക്ക് വേണ്ടിയായിരുന്നോ അംബാനിക്ക് വേണ്ടിയായിരുന്നോ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയായിരുന്നില്ല. അന്ന് ബഹ്റിൻ കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയായിരുന്നു ഇത് നടത്തിയത് എന്ന് തോന്നുന്നു. അതിനുശേഷം 2017 എമർജിങ് കേരളയുടെ ഭാഗമായിട്ടും ഈ രീതിയിലുള്ളൊരു പ്രപ്പോസൽ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് കൂടാതെ നേരത്തെ ഇവിടെ ശരിയായ വണ്ണം സൂചിപ്പിച്ചു 2002 നിയമം, 2002 പുറംകടൽ ധാതു ഖനന നിയമം, ആ നിയമം ഈ രാജ്യത്ത് നടപ്പാക്കി. 2002 അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ആ നിയമം പാസ്സായത്. രാജ്യസഭയിലും പാസ്സായി, പാർലമെൻറ്റിലും പാസ്സായി. പക്ഷേ ആ സമയത്തും നേരത്തെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ TN പ്രതാപനോട് ഞാൻ പറയുന്നു, ആ സമയത്ത് പാർലമെൻറ്റിൽ എന്തായാലും മണിപ്പൂർ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇതിൻ്റെ വരും വരായികളെ സംബന്ധിച്ച് ഗൗരവത്തിലുള്ള ചർച്ചകൾക്ക് എത്ര പേർ നേതൃത്വം നൽകി എന്ന് പാർലമെൻ്ററി രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. അതുപോലെ തന്നെ അത് ഈ 2002 നടപ്പാക്കിയ പുറംകടൽ ധാതു ഖനന നിയമം പ്രകാരം ധാതു ഖനനം ഈ രാജ്യത്ത് നടന്നിട്ടില്ല. 2023 അതിൻ്റെ അമെൻമെൻറ്റ് വരുന്ന സമയത്ത് പോലും ആ ബില്ലിൻ്റെ 2002 ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ആ നിയമത്തിൻ്റെ പരിരക്ഷയ്ക്കകത്തു നിന്നുകൊണ്ടുള്ള
ധാതു ഖനനം പല രീതിയിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഈ രാജ്യത്ത് നടന്നിട്ടില്ല. അതേ സമയത്ത് അനധികൃതമായിട്ട് തലച്ചുവടായിട്ട് ധാതു മണ്ണ് മൾട്ടിനാഷണൽ കമ്പനികളും കൊള്ളക്കാരും ഒക്കെ കൊണ്ടുപോവുകയും ധാതു ഖനനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിനെന്ന വ്യാജേന ധാതുമണ്ണൽ ഖനനം ചെയ്ത് കടത്തിക്കൊണ്ടുപോകുന്ന ചില ശ്രമങ്ങൾ നടക്കുകയും അതിൻ്റെയൊക്കെ പിന്നിൽ പണം വാങ്ങി ജീവിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നും ഒക്കെ അറിയാൻ വയ്യാത്തവരല്ല ഈ കേരളത്തിലുള്ള നമ്മൾ. അപ്പോൾ 2002 പുറംകടൽ ധാതു ഖനന നിയമം നടപ്പാക്കി. അത് 2023 വരെ വേണ്ട രീതിയിൽ നടന്നില്ല. 2023 അതിൽ ഒരു അമെൻമെൻറ്റ് പരിഷ്കരണം കൊണ്ടുവന്നു. ആ പരിഷ്കരണത്തിൽ സ്വകാര്യ വ്യക്തികൾ ഖനനം ചെയ്തോട്ടെ എന്നുള്ളത് അതിലൊരു ക്ലോസാണ്. അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് പരിമിതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആണവ മേഖലയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഖനനം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്ന രീതിയിലാണ് ആ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് എന്നും നമ്മൾ അറിയണം. 2024 അതുമായി ബന്ധപ്പെട്ട 3 റൂളുകൾ വന്നു. ഇത്രയും ഞാൻ അതിൻ്റെ ഒരു നാൾ വഴികൾ എന്ന നിലയിൽ സൂചിപ്പിച്ചതാണ്. 2018 നവംബർ മാസത്തിലാണ് കെനിയയിൽ ബ്ലൂ എക്കോണമിയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഉത്കണ്ഠ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അവരുടെ ആശങ്കകൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മത്സ്യത്തൊഴിലാളികളുടെ ഉത്കണ്ഠയും ആശങ്കയും അവരുടെ വാസസ്ഥലത്തിനെ സംരക്ഷിക്കുകയും അവരുടെ ജോലി സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അതിൽ യാതൊരു കോംപ്രമൈസും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അതിനപ്പുറം മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തേണ്ടതും അവരെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാക്കേണ്ടതും അവരുടെ വരുമാനം ഇന്ന് ലഭിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി എത്തിക്കേണ്ടതും ഏകദേശം 60 നോട്ടിക്കൽ മൈൽ വരെ മാത്രം മത്സ്യബന്ധനം നടത്താൻ പറ്റുന്ന ഇന്നത്തെ സാഹചര്യം 200 നോട്ടിക്കൽ മൈൽ വരെ മത്സ്യബന്ധനം നടത്താൻ സാധിക്കുന്ന ആ സാഹചര്യത്തിൽ ഇന്ന് കേവലം 60 നോട്ടിക്കൽ മൈൽ വരെ മാത്രമേ മത്സ്യബന്ധനം നടത്താൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള പരിമിതി ഓവർകം ചെയ്യേണ്ടത് ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മത്സ്യസമ്പത്ത് പ്രയോജനപ്പെടുത്തുന്നതിൽ നമ്മൾ 60% മത്സ്യസമ്പത്ത് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഇന്നത്തെ സമുദ്രത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്കെടുക്കാൻ സാധിക്കുന്ന മത്സ്യസമ്പത്തിൻ്റെ 60% മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. 40% മത്സ്യസമ്പത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇതൊക്കെ സാധിച്ചാൽ അത് നമ്മുടെ തീരദേശ മേഖലയെ സമ്പുഷ്ടമാക്കാൻ, തീരദേശ മേഖലയെ സമ്പന്നമാക്കാൻ, തീരദേശ മത്സ്യപ്രവർത്തകരെയും അതോടൊപ്പം തന്നെ തൊഴിലാളികളെയും കൂടുതൽ കരുത്തരാക്കാൻ പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഇനി ലോകത്ത് ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ, നേരത്തെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ടി.എൻ. പ്രതാപൻ സൂചിപ്പിച്ചു, ഇന്തോനേഷ്യ, ചൈന, ഇതൊക്കെ കഴിഞ്ഞാൽ ലോകത്ത് ഞാൻ മനസ്സിലാക്കുന്ന 3ാമതാണ് ഇന്ത്യയുടെ മത്സ്യസമ്പത്ത്. ഇന്ത്യ ഉപയോഗിക്കുന്നതും അതോടൊപ്പം തന്നെ കയറ്റി അയക്കുന്ന കാര്യത്തിൽ ഇന്ത്യ 3ാമത് ആണ്. അപ്പോൾ ഈ ഇന്ത്യ ഇതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്ന് 60,000 കോടി രൂപയുടെ മത്സ്യ കയറ്റുമതിയാണ് ചെയ്യുന്നതെങ്കിൽ വരുന്ന 2030 1 ലക്ഷം കോടി രൂപയുടെ മത്സ്യ കയറ്റുമതി എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേറെ ഒരു ഗൗരവത്തിലുള്ള വിഷയം, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗൗരവത്തിലുള്ളൊരു വിഷയം, ഇതെല്ലാം ശാസ്ത്രീയ പഠനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഒന്ന്, ഈ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇപ്പോൾ ഈ രീതിയിൽ തന്നെ ഈ തീരദേശങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള മത്സ്യബന്ധനം, ഒരു മാറ്റവും നടത്താതെയുള്ള മത്സ്യബന്ധനം നടത്തിയാൽ
2050 മത്സ്യം മുഴുവൻ തീർന്നു പോകും എന്ന ഒരു പഠനവും വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു വശം. ഈ വേറൊന്ന്, ഇന്ത്യ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ഈ സമുദ്രത്തെ നശിപ്പിച്ചു കളയും, അതിൻ്റെ ഇന്നത്തെ സാഹചര്യത്തെ നശിപ്പിച്ചു കളയും എന്നുള്ള ഭയം ആർക്കും തന്നെ ആവശ്യമില്ല. കാരണം ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയം 2030 രാജ്യത്തിൻ്റെ സമുദ്രതീരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അന്താരാഷ്ട്രപരമായിട്ടുള്ളൊരു കരാറാണ്. ആ കരാറിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യ ഗവൺമെൻറ് ഒപ്പിട്ടിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അത് ഒപ്പിട്ടത്. അതായത് 2030 കാലഘട്ടത്തിൽ 30% വരുന്ന സമുദ്രതീരം അത് സംരക്ഷിക്കാൻ, ഉറപ്പായിട്ടും സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ, ഇന്ത്യ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് എന്നുള്ള ഒരു കരാർ അത് ഇന്ത്യ ഗവൺമെൻറ് ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സമുദ്രതീരത്തെ ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കുന്നതാണെങ്കിലും അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യമേഖലയും സമുദ്രത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രാലയം, ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും ഒരാവശ്യമായിരുന്നു സ്വതന്ത്രമായൊരു മന്ത്രാലയം. ആ മന്ത്രാലയം ഈ രാജ്യത്ത് സൃഷ്ടിച്ചത് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷത്തിന് ശേഷമാണ്. അത് സൃഷ്ടിച്ച ഗവൺമെൻറ് ഇന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. കേരളീയനായിട്ടുള്ള എനിക്കും നിങ്ങൾക്കുമൊക്കെ പരിചയമുള്ള ഒരു മന്ത്രിയെ ആ മന്ത്രാലയത്തിൻ്റെ ചുമതലക്കാരനായിട്ടും നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഈ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നമ്മുടെ തീരദേശ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണ്. ഈ മേഖലയെ കാലഘട്ടത്തിനനുസരിച്ച് പുഷ്ടിപ്പെടുത്താനും പ്രയോജനപ്പെടുത്താനും ഈ മേഖലയിൽ സമ്പൂർണ്ണമായിട്ടും ഇവിടുത്തെ കർഷകർക്കും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ രാജ്യത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്താനും വേണ്ടിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ പദ്ധതികൾ ഏതെങ്കിലും പാർട്ടി സമ്മേളനത്തിൽ പ്രമേയമായിട്ട് അവതരിപ്പിച്ചതല്ല. ആ പദ്ധതികൾ 1992 മുതൽ എർത്ത് സബ്മിറ്റ് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള കെനിയ ഉച്ചകോടി ഉൾപ്പെടെയുള്ള അതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു ഓഷൻ എൻവയോൺമെൻറ്റ് സംരക്ഷിക്കുന്നതിന് പ്രാമുഖ്യം നൽകുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ബ്ലൂ എക്കോണമിയെക്കുറിച്ച് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെയും ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച പ്രമേയത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു, സസ്റ്റൈനബിൾ ഓഷൻ എക്കോണമി അസോസിയേറ്റഡ് വിത്ത് ഓഷൻ സീസ് കോസ്റ്റൽ റീജിയൻ that allows resources use while preserving the health of ocean ecosystem. സമുദ്രത്തിൻ്റെ എക്കോസിസ്റ്റം സംരക്ഷിക്കുക എന്നുള്ളതാണ് ബ്ലൂ എക്കോണമിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പൽ എന്ന് ഐക്യരാഷ്ട്രസഭ മുതൽ ഇന്ത്യ ഗവൺമെൻറ് വരെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എക്കോസിസ്റ്റത്തെ ബാധിക്കും എന്നുള്ള ഉത്കണ്ഠ ഉയർത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളപ്പോൾ അതിനെക്കുറിച്ചും കരുതൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഈ വിഷയത്തിലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ നിലവിൽ 1.5 US ഡോളറാണ്, 5 ട്രില്യൺ US ഡോളറാണ് ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനം. വരുന്ന 2030 ഇത് 3 ട്രില്യൺ US ഡോളറിൻ്റെ വളർച്ചയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രാജ്യം, ഒരു ലോകക്രമം സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ആധുനിക ശാസ്ത്രത്തിൻ്റെയൊക്കെ കണ്ടെത്തലിനനുസരിച്ച് പുതിയ മേഖലകളിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവിടെ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമം ഉറപ്പിക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു
എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം 7500 കിലോമീറ്റർ സമുദ്രതീരമുള്ള ഒരു രാജ്യമാണ്. ഇവിടുത്തെ GDPയുടെ ഇന്ത്യ ഇന്ന് GDP വളരെ നന്നായിട്ട് നിൽക്കുന്നു. സാമ്പത്തികമായിട്ട് രാജ്യം മുന്നേറുന്നു. 5ാമത്തെ ലോക സാമ്പത്തിക ശക്തിയായിട്ട് നമ്മുടെ രാജ്യം മാറി. ഇതിലൊക്കെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച 2 മേഖല, ഒന്ന് കൃഷിയും മറ്റൊന്ന് മത്സ്യബന്ധന മേഖലയുമാണ്. 4% GDP ഈ മേഖലയിൽ 4% GDPയിൽ കോൺട്രിബ്യൂഷൻ ഈ മേഖലയിൽ നിന്നാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഈ മേഖലയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഇതൊരു ഒറ്റപ്പെട്ട സംഭവം, കൊല്ലത്ത് വന്ന് മണ്ണെടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ദയവ് ചെയ്ത് ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കരുത്. അങ്ങനെയുള്ളൊരാഖ്യാനവും നൽകരുത്. ഇത് ഒരു വലിയ പ്രോസസ്സ്. അമൃതകാൽ വർഷമായി 2047 രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ ഒരു ഡെവലപ്ഡ് നേഷനാക്കാൻ വേണ്ടിയുള്ള ഒരു വികസിത രാജ്യം എന്നുള്ള സ്വപ്നത്തിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ. ഈ പ്രയാണത്തിൽ രാജ്യത്തിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സകല റിസോഴ്സുകളും നമുക്ക് പ്രയോജനപ്പെടുത്തണം. കൊള്ളയടിക്കാനല്ല, അഴിമതി നടത്താനല്ല. ഒരു അഴിമതി ആരോപണവും ഇല്ലല്ലോ. 11 വർഷമായല്ലോ. ഒരു നയാ പൈസയുടെ അഴിമതി ആരോപണമോ കൊള്ള നടത്തിയെന്നോ ആർക്കെങ്കിലും ബന്ധുക്കൾ കൊടുത്തെന്നോ ആരെങ്കിലും മാസപ്പടി വാങ്ങിയെന്നോ ഒന്നും ഒരു ആരോപണവും ഇല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രാജ്യത്തെ വികസിത രാജ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 9 കോസ്റ്റൽ സ്റ്റേറ്റുകളും 4 യൂണിയൻ ടെറിട്ടറികളുമാണ് ഈ 7500 കിലോമീറ്ററിനുള്ളിൽ കിടക്കുന്നത്. അതിൽ 12 മേജർ പോർട്ടുകളുണ്ട്, 200 മിനി പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി ഗതിശക്തി മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. ആ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഹൈവേകൾ, റെയിൽവേ, പൈപ്പ് ലൈൻ, തുറമുഖം, പുതിയ തുറമുഖങ്ങൾ 7 പുതിയ തുറമുഖങ്ങൾ വരുന്നു. വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള 7 പുതിയ തുറമുഖങ്ങൾ വരുന്നു. 12 കോസ്റ്റൽ സോണുകൾ, രാജ്യത്താകമാനം 12 കോസ്റ്റൽ സോണുകൾ വരുന്നു. അതോടൊപ്പം തന്നെ 12 കോസ്റ്റൽ ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ വരുന്നു. ഈ തീരദേശവുമായി ബന്ധപ്പെട്ട ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ 12 വരുന്നു. അതോടൊപ്പം തന്നെ തുറമുഖ നഗരങ്ങൾ എന്ന നിലയിൽ 22 തുറമുഖ നഗരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ, കപ്പൽ നിർമ്മാണശാല, കപ്പൽ പൊളിക്കുന്ന ശാല, അതോടൊപ്പം തന്നെ 2000 കിലോമീറ്റർ തീരദേശ റോഡ്. 2000 കിലോമീറ്റർ തീരദേശ റോഡ്, ഞാനതാണ് പറയുന്നത്. നമ്മളുടെ ഇവിടുത്തെ മണലെടുക്കാൻ നരേന്ദ്രമോദി വരുന്നു എന്ന ചെറിയ ഒരു ഇവിടത്തേക്ക് മാത്രം നമ്മൾ ചുരുങ്ങുന്നതിന് പകരം ഞാൻ ഇതിൻ്റെ വിശാലമായിട്ടുള്ള പ്രോജക്റ്റിനെ സംബന്ധിച്ചാണ് ഒരു ഭാരതീയൻ എന്ന നിലയിൽ, ഈ രാജ്യത്തുള്ള പൗരൻ എന്ന നിലയിൽ ഞാനും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വശമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 2000 കിലോമീറ്റർ തീരദേശ റോഡ് വരുന്നു. അത് ഈ രാജ്യത്ത് വരുന്ന 3 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ കാറ്റാടിപ്പാടങ്ങൾ വ്യാപകമായിട്ട് വരുന്നു. ഇവിടെ കാർബൺ ന്യൂട്രലായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം. കടലിൽ പൊല്യൂഷൻ നിയന്ത്രിക്കണം. കാർബൺ ന്യൂട്രലായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അതുപോലെ തന്നെ ആണവ നിലയങ്ങൾ ചില സ്ഥലത്ത് വരാൻ പോകുന്നു. അതിനെ സംബന്ധിച്ചുള്ള പ്രപ്പോസൽ കേരളത്തിനോട് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ രാജ്യത്തിന് ഒരു വികസനത്തിനും യുവാക്കൾക്ക് ജോലി കൊടുക്കാനും രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുമുള്ള പാതയിൽ ഒരു തടസ്സവും ഉണ്ടാകാതെ സർവ്വതും പ്രയോജനപ്പെടുത്തി സർവ്വതും രാജ്യത്തിന് വേണ്ടി മാറ്റുക എന്ന ഒരു നിശ്ചയദാർഢ്യമാണ് ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ചിലയിടത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സമയത്ത് ഉത്കണ്ഠകളുണ്ട്. ആ ഉത്കണ്ഠകൾ ജനാധിപത്യ രീതിയിൽ സംസാരിക്കാനുള്ള വേദികൾ ഉണ്ടായിരുന്നു. ആ വേദികൾ നമ്മൾ പലപ്പോഴും വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയില്ല. ആ സമയത്ത് ഇതിൻ്റെ ഗൗരവം കണ്ട് ഈ സമയത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ ഗൗരവം കുറഞ്ഞ മറ്റു വിഷയങ്ങളിലേക്ക് പോകും. ആ സമയത്ത് ഇതൊന്നും വേണ്ടവണ്ണം ഈ ചർച്ച ചെയ്ത വേദികളിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നു. അതുപോലെ തന്നെ ഇനിയും ഇതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഈ അവസരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ തീരദേശത്തെ മത്സ്യപ്രവർത്തകരുടെ ഈ മേഖലയുടെ ഗൗരവം വേണ്ടവണ്ണം മനസ്സിലാക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ മത്സ്യപ്രവർത്തകരുടെ ഉത്കണ്ഠയ്ക്കൊപ്പം ഞങ്ങൾ നിൽക്കുന്നു.
നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യ പാർട്ടിയാണ്, ഏകാധിപത്യ പാർട്ടിയൊന്നുമല്ല, ഫാഷിസമൊന്നുമല്ല ഇവിടെ നടക്കുന്നത്, ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ സമരം ചെയ്യാനും പ്രക്ഷോഭം നടത്താനും ബന്ദ് നടത്താനും ഹർത്താൽ നടത്താനും എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം മുഴുവൻ തന്നെ നിങ്ങളുടെ ഉത്കണ്ഠ അറിയിക്കാനുള്ള വേദികളായിട്ട് മാറുകയാണ്. അതിനെ അതേ ഗൗരവത്തിൽ ഞങ്ങൾ കാണുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും കൂടുതൽ ശക്തമായിട്ട് നടത്താം. ഇതിനെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠകൾ ദൂരീകരിക്കാനുള്ള പരിശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പുവരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, കേരളത്തിൽ ശ്രീ ജോർജ് കുര്യൻ വന്നതിന് ശേഷം ഈ കേരളത്തിൽ മത്സ്യമേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് നമ്മൾ കാണണം. ഇവിടുത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ കാണണം. ഞാൻ സമയക്കുറവ് കാരണം അതെല്ലാം വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിക്കണമെങ്കിൽ എനിക്കൊരു 15 മിനിറ്റ് സമയം കൂടെ ഞാൻ എഴുതി വച്ചത് വായിക്കാൻ വേണ്ടി തന്നെ വേണം. ഏകദേശം ഇതിനോടകം തന്നെ 477 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശ മേഖലയിൽ നടപ്പാക്കി കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന 18 മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുന്നത് 267 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്. 18 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. 4 മാസം കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 14 മാസത്തിനുള്ളിൽ അത്രത്തോളം പദ്ധതികൾ പൂർത്തിയാകുന്നു. വരുന്ന 2 വർഷത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തിയാവുകയാണ്. തീരദേശം ഇനി സമ്പന്നവും സമ്പുഷ്ടവും ഐശ്വര്യപൂർണവും ആയിട്ടുള്ളൊരു തീരദേശമായിട്ട് മാറും. അവിടുത്തെ കർഷകർക്ക് അവരുടെ വരുമാനം എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. 2047 ഡെവലപ്ഡ് നേഷൻ എന്ന് പറയുമ്പോൾ എനിക്കെന്താ ഗുണം എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. നമ്മളുടെ ഇന്നത്തെ വരുമാനം നമ്മുടെ ഇന്നത്തതിനേക്കാൾ 15 ഇരട്ടി വർദ്ധിക്കുന്ന ഒരു സങ്കല്പമാണ് ഒരു സാധാരണക്കാരന് ഡെവലപ്ഡ് നേഷനിൽ നിന്ന് എന്താ ഗുണം എന്ന ചോദ്യത്തിനുള്ളത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വരുമാനം 15 ഇരട്ടി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് 2047 ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇത്രയും ബൃഹത്തായ കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു വികസന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ബ്ലൂ എക്കോണമിയുടെ ഭാഗമാണ്. അത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസന പദ്ധതിയാണ്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്തിനോടുള്ള വൈരാഗ്യബുദ്ധിയല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തിനോടുള്ള പ്രത്യേക താല്പര്യമല്ല. ഇത് രാജ്യം എന്ന് പറയുന്ന വലിയൊരു സ്വപ്നവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് ഈ കൊല്ലം മേഖലയിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠ അതേ ഗൗരവത്തിലെടുക്കുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇനി എത്രത്തോളം സാധിക്കുമോ അതത്രയും ഉണ്ടാകും എന്നും കൂടി ഞാൻ ഈ വേദിയിൽ വാക്കുതരുന്നു. പ്രസ് ക്ലബ്ബ് ഇത്തരത്തിൽ ജനകീയമായിട്ടുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വിളിച്ചതും അത് ഇതിന് വിരുദ്ധമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. എനിക്ക് തോന്നുന്നു വിരുദ്ധമായ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ വികാരത്തിനോടൊപ്പം നിൽക്കുന്നു. പക്ഷേ മറ്റു ചില ഘടകങ്ങൾ നമ്മുടെ TN പ്രതാപനും അതോടൊപ്പം ശ്രീ ആഞ്ചലോസിനും പറയാൻ അവർ ഈ കണക്കൊക്കെ അവരുടെ ഉള്ളതാണ്. പക്ഷേ പറയാൻ സാധിക്കാത്ത കുറച്ച് വശങ്ങൾ പറയുകയായിരുന്നല്ലോ എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. ആ ഉത്കണ്ഠയോടൊപ്പം ഞാൻ നിൽക്കുന്നു. മറുവശം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ നാടിനെ സംരക്ഷിക്കാനും രക്ഷിക്കാനും വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഭാഗവാക്കാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമസ്കാരം. 2047 ഇവിടെ ശ്രീ സുരേഷ് സ്വപ്നം കണ്ടുകൊണ്ട് ആ 2047 ഉള്ളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചത്. ഇവിടെയൊക്കെ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയോട് കാണുന്നത് ഈ കടലിൻ്റെ എല്ലാ ആവാസ വ്യവസ്ഥയും തകർക്കുന്ന നിലയിൽ ഈ ഖനന പ്രക്രിയ മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തെ ഇത് എത്രത്തോളം സാരമായി ബാധിക്കാൻ പോകുന്നു എന്നുള്ള വിഷയത്തിൻ്റെ വ്യാപ്തി അതാണ് ഭരണാധികാരികൾ ഉൾക്കൊള്ളേണ്ടത്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 74.5 കോടി ടൺ എന്നുള്ള നിലയിലാണ് ഈ വെള്ളമണൽ നമ്മളിപ്പോൾ ആദ്യത്തെ ഖനന നടപടികളുമായി പോകുന്ന കൊല്ലത്തെ ഈ കടലിൽ നിന്ന് മാത്രമായി ഖനനം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. 32 നോട്ടിക്കൽ മൈൽ മുതൽ 62 നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശത്താണ് ഈ ഏതാണ്ട് 3300 ചതുരശ്ര മീറ്റർ നീളത്തിൽ
ഈ ഖനനം നടക്കുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് മത്സ്യമേഖലയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എന്താ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്ര വലിയ ആശങ്കാകുലരാകുന്നത്? കൊല്ലം രാജ്യത്തെ മത്സ്യത്തൊഴിലാളി മത്സ്യമേഖലയിലെ മത്സ്യസങ്കേതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നേരത്തെ സംസാരിച്ചിട്ടുള്ള ബഹുമാന്യർ പറഞ്ഞു കാണും, പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ നിർബന്ധിതനാകുന്നതാണ്. ഇവിടെ അദ്ദേഹം ബ്ലൂ എക്കണോമി അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഈ ചരടിൻ്റെ അവസാനം നിൽക്കുന്നത് ആരുടെ താല്പര്യങ്ങളാണ് എന്നുള്ളത് നാം കാണുന്നുണ്ടല്ലോ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യവൽക്കരണം, അതിലേറ്റവും പ്രധാനമായി രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും ഇന്ന് കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്കറിയുന്ന പോലെ ആകാശമായാലും ഭൂമിയിലുള്ള സമ്പത്തുകളായാലും ഇപ്പോൾ കടൽ സമ്പത്ത് കൂടി വൻകിട കമ്പനികൾക്ക് തീരെഴുതാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യം. പണ്ട് വിദേശ കപ്പലിനും ട്രോളറിനും ലൈസൻസ് കൊടുത്ത കാലത്ത് ഏതാണ്ട് 91 ശേഷമുള്ള 10-25-30 വർഷം ഇപ്പോൾ ആയി. അന്ന് രാജ്യത്ത് ഉയർന്നു വന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധവും പ്രക്ഷോഭണവുമാണ് കൊടുത്തതിൻ്റെ ലൈസൻസ് പുതുക്കേണ്ട, വീണ്ടും പുതിയത് കൊടുക്കേണ്ട, മറ്റുള്ളത് മാത്രം നിലനിർത്തുക എന്നുള്ള നിലയിലേക്കുള്ള നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. ഏതാണ്ട് അതിനേക്കാൾ രൂക്ഷമായെന്ന നിലയിലാണ് ഇന്നിപ്പോൾ പ്രശ്നം വരുന്നത്. കാരണം ഇത് ഒരു കൊല്ലത്ത് മാത്രം, കൊല്ലത്തിൻ്റെ ജില്ലയുടെ തീരത്ത് വരുന്ന ഏതാണ്ട് ഈ വർക്കല മുതൽ അമ്പലപ്പുഴ വരെ വരുന്ന ഈ കൊയിലോൺ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഖനനം വ്യാപിക്കാൻ പോവുകയാണ്. ആ ഖനനം നടത്താൻ പോകുന്ന ഖനനത്തിൻ്റെ പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന കലക്കലിൻ്റെ ഫലമായി സംഭവിക്കാൻ പോകുന്ന മത്സ്യസമ്പത്തിൻ്റെ അടക്കമുള്ള വലിയ ശോഷണം, ഞങ്ങൾ അതിനകത്താണ് ഉൾക്കണ്ടാകുന്നത്. പാരസ്യമായി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം. ഇവിടെ കേരളത്തിലെ നിയമസഭയിൽ ഈ ഖനനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം 2 ദിവസക്കാലം ചർച്ച ചെയ്യുകയുണ്ടായി. ആദ്യത്തെ ദിവസം ഇത് സംബന്ധമായി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സബ്മിഷൻ ഉന്നയിച്ചു. കേരള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം വളരെ കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുവാൻ നിർബന്ധിതമാകുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയുണ്ടായി. രണ്ടാമത്തെ ദിവസം ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന്, അവിടെ വന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയുണ്ടായി. ഇവിടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ പോലും നഗ്നമായ ലംഘനമാണ്. ഫെഡറൽ സംവിധാനങ്ങളെ പൂർണ്ണമായും തകർക്കുന്ന നിലയിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് തീരദേശ സംസ്ഥാനങ്ങളുടെ സുരക്ഷ, അവരുടെ അവകാശം, ഇത് സംരക്ഷിക്കാതെയുള്ളൊരു ചട്ട ഭേദഗതിയാണ് 2023 ഈ OAMDR ഭേദഗതിയിലൂടെ ഈ ആഴക്കടലിലെ ധാതു പരിവേഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ധാതു പരിവേഷം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്ന സ്ഥിതിവിശേഷവുമായി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ ധാതു പരിവേഷണവും ഖനനവും രണ്ടായിട്ടാണ് നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ GSI പോലെയുള്ള സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് അത് നടന്നിരുന്നെങ്കിൽ ഈ പുതിയ ഭേദഗതി നിർദ്ദേശങ്ങൾ അത് നിർത്തലാക്കുകയും ഇന്നത്തെ ധാതു പരീക്ഷണത്തിലുള്ള റിപ്പോർട്ടുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതും നിയമസഭയിൽ ഇത് സംബന്ധമായി നൽകിയിട്ടുള്ള രേഖകൾ തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം കടുത്ത വിയോജിപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു വേണ്ടപ്പെട്ട സമയങ്ങളിൽ ചർച്ച ചെയ്തില്ല, അല്ലെങ്കിൽ ഇടപെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ ഈ ആക്ടിൻ്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അഭിപ്രായത്തിൻ്റെ സ്വരൂപണം നടക്കുന്ന വേളയിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിയോജിപ്പ് നമ്മൾ അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഓഫ്ഷോർ ധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആക്ടിൻ്റെ ഭേദഗതിയിൽ ഈ പാരിസ്ഥിതികമായ ഘടകങ്ങളെയും ആ മേഖലയിലുള്ള ധാതുമണലിൻ്റെ സാന്നിധ്യത്തെയും പരിഗണിക്കുന്നില്ല എന്നുള്ള വസ്തുതകളും
കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തയ്യാറായിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും പരിഗണിക്കുവാൻ തയ്യാറായില്ല. 11/1/2025 കൊച്ചിയിൽ വെച്ച് ഈ റോഡ് ഷോ നടക്കുന്നത്. കേന്ദ്ര മൈൻസ് സെക്രട്ടറിയാണ് അതിന് മുൻകൈയെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം ഈ ഓഫ്ഷോർ മിനറൽ ഡ്രൈവിംഗ് ഉയർത്താവുന്ന പാരിസ്ഥിതിക പ്രശ്നത്തെയും സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ വിശദീകരിക്കുക മാത്രമല്ല രേഖാമൂലം തന്നെ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തു. രേഖാമൂലം തന്നെ സമർപ്പിച്ചു. പക്ഷേ ഒരു ചർച്ചയ്ക്ക് ഉതകുന്ന നിലയിലേക്കുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഞാനിതിനകത്ത് നേരത്തെ ഇതിൻ്റെ ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയല്ല. നമ്മളിതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ട സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഏറ്റവും അവസാനം 2025 ജനുവരി മാസം 19 ഒറീസയിലെ ഭുവനേശ്വറിൽ വെച്ച് 64ാമത് സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിങ്ങിൻ്റെ ബോർഡ് അത് ചർച്ച നടക്കുകയുണ്ടായി. അപ്പോൾ അവിടെ കേന്ദ്ര ഖനി സെക്രട്ടറി എന്തായാലും ഭാഗ്യത്തിന് കേരളത്തിൻ്റെ വിയോജനക്കുറിപ്പ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കേരളം ഉയർത്തിയിട്ടുള്ള ആശങ്കയെ സംബന്ധിച്ച് അവിടെ അവതരിപ്പിച്ചപ്പോൾ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഓഷ്യാനോഗ്രാഫി എന്ന സ്ഥാപനത്തോട് ഓഫ്ഷോർ മൈനിങ് സംബന്ധിച്ച പാരിസ്ഥിതിക വിഷയങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് ചോദിക്കുന്ന സന്ദർഭത്തിൽ കാണേണ്ട പ്രശ്നം എന്താ? 27-ാം തീയതി ഈ മാസം 27-ാം തീയതി ഇത് സംബന്ധമായിട്ടുള്ള ധാരണാപത്രം അതിൻ്റെ ആദ്യഘട്ടമായി ഇപ്പോൾ വന്നിട്ടുള്ള അനുമതി പത്രം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറായി വന്നിട്ടുള്ള കമ്പനികളിൽ നിന്നുള്ള ധാരണാപത്രം സ്വീകരിച്ചുകൊണ്ട് തുടർ നടപടിയിലേക്ക് പോകാൻ ഗവൺമെൻറ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ ഉത്കണ്ഠ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ തന്നെ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം അവരുടെ ജീവിതത്തിന് ഉണ്ടാകാൻ പോകുന്ന വലിയ ആഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭണത്തിലേക്കും പോകാൻ നിർബന്ധിതമാകുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളുടെ മേലുള്ള കടന്നുകയറ്റവും കയ്യേറ്റവും കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതും നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഞാൻ ഈ സമയത്ത് മറ്റു യാതൊരു വിഷയങ്ങളിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതേ സംബന്ധിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു പഠനം കൂടി നടത്തുവാൻ തയ്യാറാകണം. ഞങ്ങൾ അന്ധമായി എല്ലാത്തിനും എതിർക്കുവാനൊന്നും തയ്യാറാകുന്നില്ല. രാജ്യത്തിൻ്റെ വികസനമോ പുരോഗതി ഇതിനൊന്നും മത്സ്യത്തൊഴിലാളി സമൂഹം എതിരുമല്ല. മറിച്ച് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ആ വിഷയത്തെ മാത്രം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ. അതുകൊണ്ട് സ്വകാര്യ പങ്കാളിത്തം ഏത് മേഖലയിൽ കൂടുന്നതിനെക്കുറിച്ചോ അല്ല ലേല സംവിധാനത്തെക്കുറിച്ചോ അത് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ചും ഒക്കെ ഇനിയും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതിലേക്കൊന്നും പോകുന്നില്ല. സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും ആരായാതെ എടുത്തിരിക്കുന്ന ഈ ഓഫ്ഷോർ ധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ട ആക്ടിൻ്റെ ഭേദഗതി അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഗുരുതരമായ സാഹചര്യവും ബോധ്യപ്പെട്ടുകൊണ്ട് ഈ നടപടിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക അല്ലെങ്കിൽ ഈ ഖനനം നിർത്തിവെക്കുക എന്ന ഒരു തീരുമാനം കൈക്കൊള്ളിക്കുവാൻ വേണ്ടി ഇവിടുത്തെ BJPയുടെ സംസ്ഥാന നേതൃത്വം കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്ന അഭ്യർത്ഥനയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് മുന്നോട്ട് വെക്കുവാനുള്ളത്. ഇതാണ് ഞാൻ ചുരുക്കമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ കല്ലും മണ്ണുമാണോ? അതിൽ ലക്ഷക്കണക്കായ മനുഷ്യരെ കൂടി കാണുന്നതാണല്ലോ ദേശം എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം അറിയാമോ? ഇതായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളാണ് നമ്മൾ. 2021 ബ്ലൂ ഇക്കോണമിയുടെ നമ്മുടെ 7 രേഖകൾ പുറപ്പെടുവിച്ചത്. ആ 7 രേഖകളെക്കുറിച്ച് ഓരോന്നായി പ്രത്യേകമായി എറണാകുളം കേന്ദ്രീകരിച്ച് ഗവേഷകരും മത്സ്യബന്ധനങ്ങളുമായി ചർച്ച ചെയ്ത ഒരാളാണ് നമ്മൾ.
അന്ന് പ്രതിഷേധങ്ങൾക്ക് വിലക്കുള്ള സമയമാണ്, കോവിഡ് കാലമാണ്. വെബിനാർ നടത്തി ഞങ്ങൾ. അതിൽ ഉയർന്ന അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അറിയണ്ടോ? എന്ത് പരിഗണിച്ച് ഗവൺമെൻറ്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടുന്ന് ഖനനം നടത്തുന്നു, കോടിക്കണക്കിന് ഇവിടെ നിക്ഷേപമാണല്ലോ. ആരെങ്കിലും ഇതിന് EIA നടത്തി ചോദിച്ചിട്ടുണ്ട്? EIA എന്നൊരു വാക്കുണ്ടല്ലോ. എൻവയൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ ഇതിനകത്ത് നടത്തുമ്പോൾ? അതൊരു പ്രാഥമിക ഉത്തരവാദിത്വം, അത് നടത്തിയിട്ടില്ല. 2, പബ്ലിക് ഹിയറിംഗ് നടത്തണോ ഇത്തരം കാര്യങ്ങളിൽ? കോടിക്കണക്കിന് ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഏർപ്പാടാണ്. പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടുണ്ടോ? അതില്ല. 3, സ്റ്റേറ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻസൾട്ട് ചെയ്തിരിക്കുകയാണ്. സുരേഷേ, നിങ്ങൾ സ്റ്റേറ്റിനെ കൺസൾട്ട് ചെയ്ത് സ്റ്റേറ്റിനെ മറുപടി കേട്ടിട്ടില്ല. കേരളത്തിൻ്റെ മന്ത്രിമാർ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ച ഒരുപാട് നടത്തി ചിത്രങ്ങൾ പറഞ്ഞു, നല്ല കാര്യം. ഒരു പ്രമേയം, ഒറ്റ വരി പ്രമേയം പാസ്സാക്കി ഇപ്പോൾ അയക്കണം നമ്മൾ. അതിന് 5 മിനിറ്റ് മതി. നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന വിഷയമാണ്. ഇക്കാര്യം നമ്മളത് ഒറ്റ കരുത്തിലിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒന്നൊരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക്. ഇതിൻ്റെ ഭേദഗതിയെ സംബന്ധിച്ച് 2023 ഭേദഗതി ഉണ്ട് 2002 നിയമത്തിന്. ആ ഭേദഗതി വന്നപ്പോൾ തന്നെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് കൊച്ചിയിലെ ഗവേഷകരുടെ യോഗം വിളിച്ചു ചേർത്തു. 26 ഗവേഷകർ കുറച്ച് മത്സരങ്ങൾ തങ്ങൾ ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളുടെ കത്തയച്ചു. ഇപ്പോഴും കത്തയക്കുന്നുണ്ട് ഞങ്ങൾ. ഇന്ത്യയിലെ പ്രമുഖരായ ആളുകളെ CMFRI, നേരത്തെ പറഞ്ഞ NIA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി, എൻ്റെ ഡയറക്ടർമാരോട് നല്ല ബന്ധമാണ് എനിക്ക്. അവരുടെ അഭിപ്രായം ചോദിച്ചു. അവർ പറഞ്ഞത് പറ്റില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ആരെ കേൾക്കുന്നു? നമ്മുടെ അഭിപ്രായം ഒന്നും സ്വീകാര്യമല്ല, നിങ്ങളന്ന് പ്രതിഷേധിച്ചോ. ഞങ്ങളുടെ പരിപാടിയിട്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് നിൽക്കുന്നത്. ഇത് അംഗീകരിക്കുന്നത് ജനാധിപത്യപരമല്ലെന്നാണ് സുരേഷ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2023 വരുത്തിയ മാറ്റം ചെറിയ മാറ്റമാണ്. അതായത് ഓഫ് ഷോർ മിനറൽസിനകത്ത് എന്ത് ചെയ്ത് ഇൻഷോർ കൂടി ചേർത്തു അറിയാതെ. ഇൻഷോർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരദേശം, ടെറിട്ടോറിയൽ വാട്ടേഴ്സിൻ്റെ ഭാഗത്ത് വന്നു. നമ്മുടെ ഭരണഘടന അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ് ഞാൻ വിശ്വസിക്കുന്നു. ആ ഭരണഘടനയിലെ 246 അനുച്ഛേദം ലിസ്റ്റ് 21 ഷെഡ്യൂൾ 2 പ്രകാരം തൊടാൻ പാടില്ല. മേലും സ്റ്റേറ്റിൻ്റെ റൈറ്റ് തൊടാൻ അവകാശമില്ല. 2023 അമെൻഡ്മെൻറ്റിനകത്തൊരു മാറ്റം വരുത്തി. പിന്നെ ഇപ്പോൾ മൂലകങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയട്ടെ. 12ഓളം ഈ റയർ എർത്ത് നമുക്ക് ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ കിട്ടുന്നുണ്ട് കരിമണലിൽ. അതിൽ 6 അവർ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. സിർക്കോണിയം, മാഗ്നറ്റൈറ്റ്, ടൈറ്റാനിയം ഡയോക്സൈഡ് ഫാക്ടറി അടച്ചു പൂട്ടേണ്ടി വരും. ചെറിയ കാര്യമല്ല ഈ പറയുന്നത്. ടൈറ്റാനിയം വരെ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ അവർ മാറ്റിയിരിക്കുകയാണ്. അതാണ് 2023 മാറ്റം. ഇനി കടലിൽ എന്തൊക്കെ, അത് മാത്രമല്ല, ഈ ഇന്ത്യയുടെ തീരത്ത് നിന്ന് 3000 കിലോമീറ്റർ അകലെയാണ് അഫാൻ സി നിക്കിത എന്ന് പറഞ്ഞൊരു വലിയ പർവ്വതം കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കൊബാൾട്ട് കരയെ കിട്ടൂല്ലോ, അത് ഖനനം ചെയ്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് കൂടാതെ സെൻട്രൽ ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യയിൽ നിന്ന് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന സെൻട്രൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും നിലത്ത് 6000 മീറ്റർ താഴ്ത്തു നിന്നും കോബാൾട്ടും മാംഗനീസ് നോഡൂൾസും ഖനനം ചെയ്തെടുക്കാനുള്ള ലൈസൻസ് ഇന്ത്യ വാങ്ങിച്ചിരിക്കുകയാണ്. 2017 ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞു, 22 വരെ നീട്ടി വീണ്ടും നമ്മൾ അപേക്ഷിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ആരെയാണ് ബാധിക്കുക? ഇതാണ് ഞങ്ങളുടെ ചോദ്യം, ലളിതമായ ചോദ്യം. ആരെയാണ് ബാധിക്കുക? അന്റോണിയോയോട് ഷൈലോക്ക് പറഞ്ഞു, നീ കരാറ് ലംഘിച്ചു, നിന്റെ അരറാത്തൽ തുടയുന്ന മാംസം വേണമെന്ന് പറഞ്ഞു. ജഡ്ജിയായിരുന്ന പോർഷ്യ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, മാംസമൊക്കെ എടുത്തോളൂ, പക്ഷെ തുള്ളി ചോര വരരുത്. നിങ്ങൾ മണ്ണൽ എന്ത് പണ്ടാരം കുത്തിയെടുത്തോളൂ, ഞങ്ങളുടെ ഉപജീവനത്തെ തടസ്സപ്പെടും നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ ലക്ഷക്കണക്കായ ഉപജീവന തൊഴിലാളികൾ ഉപജീവനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടും തകർത്തുകൊണ്ടാണ് ഈ വികസനം നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ അംഗമാണ്. 30% കടൽ ഭൂമി സംരക്ഷിതമായി നിലനിർത്താനുള്ള കരാറിൽ ഒപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. 1, ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 3 സ്ഥാപനങ്ങളുണ്ട്. ഒന്നിൻ്റെ പേര് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അവർ സമ്മേളനങ്ങൾ വിളിച്ചേർത്ത് ഈ കടൽ മണൽ ഖനനത്തിനെതിരായ ഒട്ടനവധി പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ പ്രമേയത്തിൻ്റെ പേര് UNEP, യുണൈറ്റഡ് നേഷൻ എൻവയൺമെൻറ്റ് പ്രോഗ്രാം. അവരുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞ വർഷം വിളിച്ചു ചേർത്തു. 2000 ജീവനക്കാരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു, ഇത് ലോകത്ത് വിപത്തുണ്ടാക്കുന്നതാണ് കടൽ മണൽ ഖനനം, അടിയന്തരമായ ഒരു മോറട്ടോറിയം പ്രഖ്യാപിക്കുന്നവർ പറഞ്ഞിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയാണ്. 3ാമത്തെ ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപനമാണ് UN എൻവയൺമെൻറ്റ് അസംബ്ലി. അതിൻ്റെ 6ാം സമ്മേളനം കഴിഞ്ഞ വർഷം നടന്നു. UN എൻവയൺമെൻറ്റ് അസംബ്ലി അതിൻ്റെ 6ാം സമ്മേളനം കഴിഞ്ഞ വർഷം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 1 വരെ നടന്നു. അവർ പറഞ്ഞതെന്ന് പറയുമോ, ലോകത്ത് ചെറുതാട്ടങ്ങളൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയെന്നറിയാമല്ലോ? അതൊന്ന് നുവാരു, 2 തുവാലു, സോളമൻ ഐലൻഡ്, കിരിബാറ്റിൽ ആദ്യം
ജനുവരി 1 പ്രത്യക്ഷപ്പെടുന്നത് അറിയാമല്ലോ. കിരിബാറ്റി, സോളമൻ ഐലൻഡ്, അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ പ്രദേശങ്ങൾ, ഓസ്ട്രേലിയയുടെ പരിസര പ്രദേശങ്ങൾ, ജർമ്മനിയുടെ പ്രദേശങ്ങൾ, അതുപോലെ നോർവേ, ഈ വൻകര രാജ്യങ്ങളടക്കം മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഈ നൃശംസമായ ഈ കടൽ മണൽ ഖനനം നിർത്തിവെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഞങ്ങളല്ല, ലോകത്തെ ഗവേഷകർ ആവശ്യപ്പെടുന്നത്, ഐക്യരാഷ്ട്രസംഘം ആവശ്യപ്പെട്ടേക്കാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം ഇന്തോനേഷ്യ ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞില്ലേ, അതിൽ 24 ദ്വീപുകൾ മുങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. അതിനുശേഷം ഇന്തോനേഷ്യയും മലേഷ്യയും കംബോഡിയയും ആ രാഷ്ട്രങ്ങൾ നിയമം നടത്തി തന്നെ ഇത് നിരോധിച്ചിരിക്കുകയാണ് കടൽ മണൽ ഖനനം. ഇത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ഇന്ത്യയിൽ നടക്കുന്ന വിഷയം എന്താണിത്? ഞാൻ ലളിതമായി അവസാനിപ്പിക്കരുത്. ഇന്ത്യയിൽ നടക്കുന്ന പ്രക്രിയ നമ്മൾ എങ്ങനെ കാണും? അത് ഇംഗ്ലീഷിൽ പറഞ്ഞൊരു വാക്കാണ് പ്രിമിറ്റീവ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ. ഈ പ്രക്രിയ നമ്മൾ വിശേഷിപ്പിക്കണം എങ്ങനെയാണ്? പ്രിമിറ്റീവ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന വാക്കിന് എന്താ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞ കുത്തിക്കവർച്ച എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിൽ നടക്കുന്നത് കുത്തിക്കവർച്ചയാണ്, കൊള്ളയാണ്. കേരളത്തിൽ നടന്ന കുറച്ച് കള്ളന്മാർ മോഷ്ടിച്ചിട്ട് പോയിട്ടുണ്ട്, എറണാകുളത്തെ കർത്തമാർ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇനി നടക്കാൻ പോകുന്ന കുത്തിക്കവർച്ചയാണ്, പ്രിമിറ്റീവ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഇന്ത്യയിൽ നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഭരണഘടന അവർക്ക് ബാധകമല്ലല്ലോ. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2 വർഷം ഇന്ത്യയിൽ നടക്കുന്ന കാര്യം എന്താണ്? നിങ്ങളിപ്പോൾ കഴിഞ്ഞ ലക്കം ഫ്രണ്ട് ലൈൻ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അരാന്ത ഹാസ്ദേവ് 2 നദികൾക്കിടയിലുള്ള വിശാലമായ സ്ഥലം, അത് ആദിവാസികളുടെ കേന്ദ്രമാണ്. 7th ഷെഡ്യൂളിൽ പെടുന്ന പ്രദേശമാണ്. അവിടെ ആർക്ക് കൈകാര്യം ചെയ്യാൻ അവകാശം? അവർക്കാണ് അവകാശമുള്ളത്. ആ പ്രദേശം ഒറ്റ അസംബ്ലി ലോകസഭയിൽ ഒരു ചെറിയ പ്രമേയം കൊണ്ടുവന്നിട്ട് അത് പാസ്സാക്കി. അരാന്ത ഹാസ്ദേവ് പ്രദേശം ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ആർക്ക്? അദാനിക്ക് കൊടുത്തു. അവരവിടെ ആദിവാസി അട്ടിപ്പായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുമപ്പുറം ജാർഖണ്ഡിൽ ഗോഡ്ഡ എന്ന പ്രദേശം, അത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത താന്താൾ ആദിവാസികളുടെ കേന്ദ്രമാണ് ഗോഡ്ഡ. ആദിവാസികളെ നിഷ്കാസം ചെയ്തുകൊണ്ട് ആ ഭൂമിയും ഇയാൾക്ക് കൊടുത്തിരിക്കുകയാണ് ഖനനം ചെയ്യാനായിട്ട്. അപ്പോൾ ഖനന വീരനാണ് അവർ. ആര്? അദാനിയും അംബാനിയും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്നത് പ്രിമിറ്റീവ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റലാണ് 1. 2, അതിന് ഇന്ത്യൻ സാഹചര്യത്തിൽ ഫാസ് എന്ന് പറയേണ്ടി വരും. അതായത് മൂലധനവും സർക്കാരും സംയോജിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഫാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഭരണം അടിച്ചമർത്തലല്ല. ഭരണകൂടവും സർക്കാരും കുത്തകളും സംയോജിക്കുന്ന ഫാസത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നില 2 കാര്യങ്ങൾ കാണണം. 1 പ്രിമിറ്റീവ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ, 2 ഫാസിസം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പാവപ്പെട്ട കേരളത്തിലെ മത്സരാളി നടത്തുന്ന സമരം, നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, നടത്താൻ പോകുന്ന സമരം ഇന്ത്യയിലെ മത്സരാൾക്ക് മുഴുവൻ മാതൃകയായിട്ട് മാറേണ്ടതുണ്ട്. കാരണം നമ്മളാണ് വിദേശ കപ്പലുകൾ റദ്ദീതിന് മുൻകെടുത്ത ആളുകൾ. നമ്മളാണ് മീനാകുമാരിക്കെതിരെ സമരം ചെയ്ത് ഇതിനെ പരാജയപ്പെടുത്തത്. കേരളത്തിൽ സമരം നമ്മൾ ആരംഭിക്കുകയാണ്. അത് ഉപജീവനത്തിനും അതിജീവനത്തിനും വേണ്ട സമരമാണ്. ആ സമരത്തിൽ ഒറ്റക്കെടാൻ നിൽക്കണം. നിങ്ങളൊരു സെമിനാർ നടത്തിയതിൽ വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. കാരണം ഇത് നിങ്ങളുടെ കൂടി വിഷയമാണ്. കാരണം ഇതിന് വേണ്ടി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടവർ. അതിൻ്റെ പേര് അത് ഇറക്കിയിരിക്കുന്ന ആരെന്നറിയോ? നമ്മളാരുമല്ല, ഇന്ത്യ ഗവൺമെൻറ്റുമല്ല, SBI ക്യാപിറ്റലാണ് ഈ കാരണത്തെക്കുറിച്ച് പുസ്തകം ഇറക്കിയിരിക്കുന്നത്. SBI ക്യാപിറ്റലിലൂടെ എന്താ കാര്യം ചോദിക്കാം? അവിടെ അതിൻ്റെ വിശദാംശങ്ങൾ കൂടെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. SBI ക്യാപിറ്റൽ, SBI എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. ഒരു പൊതു സ്ഥാപനത്തെ കുത്തിക്കവരാനുള്ള ഉത്തരവാദിത്വം ആര് ഗവൺമെൻറ് ഏൽപ്പിച്ചു? SBI ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ അംഗീകരിച്ച് കൊടുത്തുകൂടാ. ലോകത്ത് മുഴുവൻ ഇപ്പം ഞാൻ പറയട്ടെ, ഈ കരിമണൽ എവിടെ നിന്ന് വരുന്നത് നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? കരിമണൽ വരുന്നത് നമുക്കറിയോ എവിടെ നിന്ന് വരുന്നതെന്ന്? 1, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്നെ വലിയൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൽ നിന്നാണ് ഈ കരിമണലിലെ കുറേ അംശങ്ങൾ ഒലിച്ചുകൊണ്ട് വരുന്നത്. അത് പടിഞ്ഞാറ് നിന്നും വരുന്ന ഒരു കാറ്റുണ്ട്, സോമാലി കറണ്ട്, അതാണ് ഇതുകൊണ്ട് ഒഴുക്കിക്കൊണ്ടുവരുന്നത്. 2ാമത്തേത് സദേൺ ഗ്രാനുലേറ്റ് ടെറൈൻ, നമ്മുടെ പർവ്വതങ്ങൾ ഒഴുക്കി വരുന്നു. ഈ 2ഉം കൂടി ചേർന്നാണ് നമ്മുടെ കരിമണലിൽ വരുന്നത്. അതിൽ പലതുമുണ്ട്. അത് ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കേരളം ഒറ്റക്കെട്ടായി പിടിച്ച്. കാരണം ആകെ വരുമാനമുള്ള ആൾക്കാരാണ്. ആകെയുള്ള ഒരു വരുമാനം നമ്മുടെ ഇതാണ്, കരിമണലാണ്. അതുകൂടി കുത്തിക്കവർന്ന നിലപാട് നമ്മൾ അംഗീകരിക്കണമെന്ന ചോദ്യമാണ്. അതുകൊണ്ട് സദേൺ ഗ്രാനുലേറ്റ് ടെറൈനിലും ഈ സോമാലിയിൽ നിന്നും വരുന്ന കാറ്റുകൾ ആണ് ഇവിടുത്തെ എന്തുണ്ടാക്കുന്നത്? ചാകര ഉണ്ടാക്കുന്നത്. അത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇവിടുത്തെ മാത്രം വിഷയമല്ല, ലോകത്ത് മുഴുവൻ. എന്താണ് ആമസോണിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ബുഷ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ഇത് നടത്തുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എല്ലാ ഫാസ്റ്റുകൾക്കും ഒരേ മുഖമാണ്, ഒരേ നയമാണ്. അത് ബെൽസനാരോ ആയിക്കൊള്ളട്ടെ, ഇയാളായിക്കൊള്ളട്ടെ, ട്രംപ് ആയിക്കൊള്ളട്ടെ, മോഡി ആയിക്കൊള്ളട്ടെ, അവരുടെ വാചകങ്ങൾ എത്ര പറഞ്ഞാലും ഇത് നടക്കുന്ന ഇതാണ്.
പ്രിമിറ്റീവ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലിൻ്റെ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് അഭിപ്രായം പറയാൻ റൈറ്റ് ഇല്ല. പറഞ്ഞോളൂ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കൂല എന്ന നിലപാടാണ്. അതുകൊണ്ട് കേൾപ്പിക്കണം, ഒറ്റ ശബ്ദം മുഴങ്ങണം, ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. നമ്മൾ ജീവൻ കൊടുത്തും ഇത് സംരക്ഷിക്കണം. കേരളത്തിൻ്റെ അവകാശമാണ്, ഫെഡറലിസത്തിൻ്റെ കൂടി അവകാശം നമ്മൾ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ വിഷയമാണ്, ദേശസ്നേഹത്തിൻ്റെ വിഷയമാണ്. നേരത്തെ ഒരുപാട് വികസനത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ അതൊക്കെ വരുന്നില്ല. അതൊക്കെ നമ്മളെങ്ങനെ ബാധിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ആരുടെ തെങ്ങച്ചൊക്കെ വരുന്നത്? 7 തുറമുഖങ്ങൾ ആർക്ക് കൊടുത്തേക്കണത്? വാടുവാൻ, മഹാരാഷ്ട്ര, കാർവാർ, വിഴിഞ്ഞം, പള്ളിക്കര, സുവർണരേഖ, അങ്ങ് താജ്പൂർ, കൽക്കട്ട, 7 റംസാൻ വ്യത്യസ്ത പാട്ടുകൾ ഭരിക്കുന്നത് മുഴുവൻ തുറമുഖങ്ങൾ ആർക്കാണ്? അദാനിക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? അതാണ് നടക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട BJPയുടെ സുരേഷ് എനിക്കും സംസാരിച്ചപ്പോൾ പറഞ്ഞു 2047 നമ്മളുടെ രാജ്യം വികസിത രാജ്യമാകുന്നു. എനിക്കത് കേട്ടപ്പോഴേ ഒരു പഴയകാല പാട്ടിൻ്റെ വരികളാണ് ഓർമ്മ വന്നത്. വിരലില്ല കയ്യിൽ വീട്ടുവാനെങ്കിൽ വീണ എന്തിനു തോഴി. 2047 ആകുമ്പോൾ മത്സ്യത്തൊഴിലാളി ഉണ്ടെങ്കിലല്ലേ ഈ വികസനം കൊണ്ട് മത്സ്യത്തൊഴിലാളിക്ക് ഗുണമുള്ളൂ. അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് ജീവിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. അത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ ഭാവിയിലെ സ്വർഗവും സ്വപ്നവും പറഞ്ഞ് ഞങ്ങളെ പിന്നെ സ്വപ്നം കാണിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഞങ്ങൾ കടന്നു പോകണമല്ലോ. അതിനുള്ള അവസരം കൂടി ഈ ബഹുമാനപ്പെട്ട ഇത്തരം തീരുമാനം ഉണ്ടാക്കുന്ന ബന്ധപ്പെട്ടവരെന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ലോകത്ത് പല സ്ഥലത്തും ഖനനം നടക്കുന്നുണ്ട്. ആഴക്കടലിൽ നടന്നാൽ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് നടത്തുന്ന ഖനനം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ലോകത്ത് മത്സ്യബന്ധന മേഖല ഒത്തിരി അധികം വികസിച്ച് ഗവൺമെൻറ് വേണ്ടുന്ന പിന്തുണകളും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് അവിടെ യാനങ്ങളൊക്കെ യഥാവിധി അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ആഴക്കടലിൽ പോയി നിരവധിയായ മത്സ്യസമ്പത്ത് പിടിക്കാനായിട്ടുള്ള പ്രാഗൽഭ്യം തെളിയിപ്പിക്കുന്ന രീതിയിലുള്ള യാനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി അതല്ല. ഇന്ത്യയിൽ ഇന്നും നമ്മൾ തീരക്കടലിനെയും തീരപ്രദേശത്തെയും മാത്രം ആശ്രയിച്ചാണ് നമ്മുടെ മത്സ്യബന്ധനം നടക്കുന്നത്. 1952 ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് വന്നതിന് ശേഷം അവരണ്ടുകൊണ്ടുവന്ന ടെക്നോളജി മത്സ്യത്തൊഴിലാളികൾ മാത്രം അവർ തന്നെ അതാത് സമയങ്ങൾക്കനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത വികസനം മാത്രമേ ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പോകുന്ന കടലിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. 50-60 പാദം വരെ പോകത്തുള്ളൂ. അപ്പോൾ ഈ 50-60 പാദത്തിൽ നമ്മൾ മത്സ്യബന്ധനം നടത്തുന്ന ഇവിടെ ഇവർ കുത്തിക്കൊഴിച്ച് ഈ ഖനനം നടത്താൻ ശ്രമിച്ചാൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ നമ്മൾ പട്ടിണിയിലാകും എന്നുള്ള ആശങ്കയിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവരൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ ഈ മേഖലയിൽ ബോട്ടായാലും വള്ളങ്ങളായാലും മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് നിന്ന് അതിൻ്റെതായ രീതിയിൽ ഈ തൊഴിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ളതാണ്. ഒരു വള്ളമുള്ള ആളിന് വള്ളത്തിൻ്റെതായ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ബോട്ടുള്ള ആളിന് ബോട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് കമ്പനികളായാലും വർക്ക്ഷോപ്പ് ഐസ് പ്ലാന്റ് ആയാലും എല്ലാം ഉണ്ട്. അപ്പം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ ഒന്നും കാണാതെ ഇതിനെ ഒന്നും കണക്കിലെടുക്കാതെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഖനനം ഇതിൽ നിന്ന് എന്തോ നേട്ടം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇത് ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2020-21 കാലഘട്ടത്തിൽ 43,720 കോടി രൂപയും 2021-22 കാലഘട്ടത്തിൽ 57,586 കോടി രൂപയും 2022-23 കാലഘട്ടത്തിൽ 63,969 കോടി രൂപയും 23-24 കാലഘട്ടത്തിൽ 60,523 കോടി രൂപയും മത്സ്യബന്ധന മേഖലയെ കയറ്റുമതിയിലൂടെ ഇന്ത്യ ഗവൺമെൻറ് വിദേശ നാണ്യം ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോ ദിവസവും പ്രവർത്തിച്ചാൽ കോടിക്കണക്കിന് രൂപ ഇന്ധന നികുതി ഇനത്തിലായാലും മറ്റിനത്തിലായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം ഈ മേഖലയെ കാണാതെ കുറേ അംബാനിമാർക്കും അദാനിമാർക്കും വേണ്ടി മാത്രം ഈ മേഖലയെ നമ്മുടെ കടലും കടപ്പുറവും കുത്തിക്കൊഴിക്കാൻ തീരുമാനിച്ചാൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിലാകും, പട്ടിണിയിലാകും. ഞങ്ങൾ ആശങ്കയിലാണ്, ഞങ്ങൾക്ക് കടുത്ത ആശങ്കയുണ്ട്. അതുതന്നെയാണ് മത്സ്യബന്ധന മേഖലയെ ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്.